our webinar. First of all, thank you everyone for taking out of time from your busy schedule. First, I invite Mr. Saiju CX, KCTU General Secretary of Ernakulam District for welcome speech. സൈജു കേൾക്കുന്നില്ല കേട്ടോ. ഞാനിത് ഊരാം. ഹലോ, കേൾക്കാം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഉറവിന്റെ 96ാമത്തെ വെബിനാറാണ്. ഇന്ന് ഈ ഉറവിന്റെ തീരത്ത് ആയിരിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഫാദർ ജോയ് ജെയിംസ് ആണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ICTA സാന്തിഗ്രാം കളമശ്ശേരിയുടെ പ്രസിഡന്റ് ആണ്, അവിടുത്തെ നെടുന്തൂണാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം നമ്മളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു അച്ഛനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷണൽ അനാലിസിസ്, അതാണ് ICTA ഫുൾ ഫോം. അപ്പോ നമുക്ക് അച്ഛനെ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. അച്ഛനെ പരിചയപ്പെടുത്താനായിട്ട് ഇവിടെ ജോസഫ് സാറുണ്ട്. അപ്പോ ഇന്ന് എല്ലാവരും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ വേദിയുടെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ സലീന മാഡത്തിന് എല്ലാവരുടെയും പേരില് എന്റെ പ്രത്യേകമായ രീതിയിൽ എല്ലാവരുടെയും പേരില് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് എസ്റ്റീം എന്ന വിഷയമായിട്ട് ഇവിടെ നമുക്ക് സന്നിഹിതനായിരിക്കുന്ന ഫാദർ ജോയ ജെയിംസ് SJ എല്ലാവരുടെയും പേരില് ഹൃദയത്തിൽ നിന്നും ഒരു പൂച്ചെണ്ട് നൽകി അച്ഛനെ വളരെ ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ നമ്മുടെ MC ആയിട്ട് എത്തിയിരിക്കുന്ന ജാസ്മിൻ ജമാൽ മാഡത്തിനും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഇന്നിവിടെ നമ്മുടെ അച്ഛനെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്ന ജോസഫ് സാറിന്റെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. നമ്മുടെ തഹസീൻ മാഡം ഉണ്ട്, പോൾ പടേട്ട് സാറുണ്ട്, മറ്റെല്ലാവരുടെയും പേര് പറയുന്നു. എല്ലാവരുടെയും പേരിൽ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓവർ ടു ജാസ്മിൻ. Thank you, sir. Next, I invite Salina P, KCTU President of Ernakulam District for delivering presidential address. Thank you, Jasmine. Good evening, one and all. Today, in the 96th webinar ആണ്. അതിനകത്ത് ഈ ഒരു വെബിനാർ സീരീസ് ഉറവ് സീരീസ് തുടങ്ങി വെച്ച ഗ്രേസ് ജോസഫ് സാർ, ഒരുപാട് കൊണ്ടുപോയ ജോസഫ് സാറിനെ ഒരുപാട് നന്ദി ഞാൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത്. കാരണം അദ്ദേഹവും ടീമും അതിന്റെ പുറകില്, ഈവൻ പോൾ സാറും കൂടി നല്ലൊരു കോമ്പിനേഷനിൽ ഒരുപാട് നല്ല ആൾക്കാരുടെ ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇന്ന് ഈ 96 എത്തി നിൽക്കുമ്പോൾ 100-ലെത്തുന്ന ഒരു സന്തോഷത്തിന്റെ വക്കിലാണ് നമ്മളെല്ലാവരും സത്യത്തില്. ഇന്ന് നമുക്ക് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറവുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇമോഷണലി ഇന്റലിജൻസ് ആണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ജോയ് ജെയിംസ് അച്ഛൻ എത്തിയിരിക്കുകയാണ്. ഉറവ് വെബിനാർ സീരീസിന്റെ എന്താ പറയാ, ഹൃദയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഓരോ കേൾവിക്കാരും എത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകുമായിരുന്നില്ല. അപ്പോ എല്ലാവരെയും സ്നേഹപൂർവ്വം ഒന്നും കൂടി സ്വാഗതം ആശംസിക്കുകയും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയും കൂടി ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്താണ്. ഓവർ ടു യു ജാസ്മിൻ മാം. Jasmine. Thank you, ma'am. Next, I invite Mr. Paul Padayati, Treasurer of KCTU Ernakulam, for introducing the resolution. I'm sorry, there is a change. It is TV Joseph who will introduce. Sorry, Jasmine, for the mistake. Okay, sorry. Okay. Good evening to all of you. ഇന്നത്തെ ഗസ്റ്റിനെ പരിചയപ്പെടുത്താൻ വലിയ സന്തോഷവും അഭിമാനമുണ്ട്. ഫാദർ
ജോയ് ജെയിംസ് SJ. അദ്ദേഹം വളരെ റെനൗണ്ട് ആയിട്ടുള്ള സോഷ്യൽ വർക്കറാണ്, അക്കാഡമീഷ്യനാണ്, വിദ്യാഭ്യാസ വിചക്ഷണാണെന്ന് മാത്രമല്ല ഒരു എമിനന്റ് കൗൺസിലറും. അതും ഫ്രീ കൗൺസിലിംഗ് കൊടുക്കുന്ന ചുരുക്കം ചില വ്യക്തിത്വങ്ങളിൽ തിരക്കുണ്ടെങ്കിൽ പോലും ചെയ്യുന്ന അങ്ങനെ ഒരു സർവീസായി മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രൊഫസർ ഓഫ് സോഷ്യൽ വർക്ക് അറ്റ് ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്, തിരുവനന്തപുരത്ത് ലയോള കോളേജിൽ പ്രശസ്തമായ ലയോള കോളേജിലെ സോഷ്യൽ വർക്ക് പ്രൊഫസറായിട്ട് അദ്ദേഹം 20 കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. CWC ട്രിവാൻഡ്രം അതിൻ്റെ ഫോമർ ചെയർമാനായിരുന്നു, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തിരുവനന്തപുരത്ത്. കേരള ജെസ്യൂട്ട് പ്രൊവിൻഷ്യൽ ആയിരുന്നു ഫോർ 6 years ഫ്രം 2003 to 2009. 6 വർഷം അദ്ദേഹം അതിൻ്റെ ജെസ്യൂട്ട് പ്രൊവിൻഷ്യൽ ആയിരുന്നു. വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ 2019 മുതൽ 2023 വരെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ് ICTA കളമശ്ശേരിയുടെ പ്രസിഡന്റ് പദവി വിജയകരമായിട്ട് അലങ്കരിച്ചു വരുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കറിയാവുന്ന പോലെ സെൽഫ് എസ്റ്റീമും സെൽഫ് അവയർനെസ്സുമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. പ്രത്യേകിച്ചും എന്താ പറയുക, നമ്മൾ ഒരുപാട് അറിവുകൾ ശേഖരിക്കുന്നുണ്ട്, സ്കില്ലും ഒക്കെ നമ്മൾ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ നേടുന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ലൈഫ് സ്കിൽസിൽ വളരെ കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിലും വർക്ക് പ്ലേസിലും പരാജയപ്പെടുന്ന ഒട്ടേറെ പേരുള്ളപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ റിലവൻ്റ് ആണ്. അതെടുക്കാൻ എന്തുകൊണ്ടും ആ രംഗത്ത് മാസ്റ്റർ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ വളരെ ഹൃദ്യമായിട്ട് അഭിമാനപൂർവ്വം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഓവർ ടു MC. Thank you, sir. Next, it's an honor to welcome our Honorable Chief Guest, Reverend Father Joy James SJ, President of ICTA Kalamasheri, handling self-awareness and self-esteem. I invite you, sir. Thank you. ബഹുമാനായ ജോസഫ് സാർ, സെലീന മാഡം, പ്രിയ സുഹൃത്തുക്കളെ, 96ാമത്തെ ഉറവിന്റെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ജോസഫ് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും വിദ്യാഭ്യാസ സമ്പന്നരാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച് നമ്മൾ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുകയും ജോലി വളരെ സുസ്ഥിരമായും ചെയ്തിട്ടുള്ള ആളുകളാണ്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുമ്പോഴും ജോസഫ് സാർ പറഞ്ഞതുപോലെ നമ്മൾ അറിവുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു. അതുപോലെ തന്നെ ചില പ്രത്യേക കഴിവുകൾ, ലീഡർഷിപ്പ് എബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇങ്ങനെയുള്ള കുറേ സ്കില്ലുകളൊക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും ജീവിതത്തിൽ ഹാപ്പി അല്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുക? സാധാരണഗതിയിൽ പണമുള്ളവര്, സ്വാധീനമുള്ളവര്, കഴിവുള്ളവര്, അങ്ങനെയുള്ള ആളുകൾ ഹാപ്പി ആവണ്ടേ? അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ആ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മൾ ആളുകളെ സാമ്പത്തികമായിട്ട് മാത്രമല്ല അഭിമാനമുള്ള ആളുകളായി തീരുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ആളുകളായി തീരുക, നീതിബോധമുള്ളവരാകുക, ഇതൊക്കെയാണ് നമ്മൾ മൂല്യങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇതൊക്കെ പാലിക്കാനായിട്ട് ഒരു 10% കൂടുതൽ ആളുകൾ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താണ് ഇതിന് പ്രധാന കാരണം എന്നതിനെപ്പറ്റി ഒരു അന്വേഷണം പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ രീതിയിലും കഴിഞ്ഞ ഒരു 40 കൊല്ലമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ അറിവും കഴിവും ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ജീവിക്കാനാകില്ല. ഇത് രണ്ടും കൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തും ഒക്കെ നമ്മൾ ഉന്നതിയിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത് രണ്ടും നമ്മളെ ഹാപ്പി ആക്കുന്നില്ല. ഇത് രണ്ടും വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ്. അതായത് ലോകത്തിൽ അനീതി കാണിക്കുന്നവരും ക്രൈം കമ്മിറ്റ് ചെയ്യുന്നവരും ഒക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈമായിട്ട് പൊതുവെ അറിയപ്പെടുന്നത് ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പണം വരുന്ന ഒരു സംവിധാനമാണ്. ഒരു 20 കൊല്ലം മുമ്പ് കേരളത്തിൽ ഇതേപ്പറ്റി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഡ്രഗ് വിൽക്കുകയും കഴിയുകയും ചെയ്യുന്നു. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും പേപ്പറിൽ ഡ്രഗ് പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ മാരിവാനയും ഒക്കെ പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു.
ഇത് നമ്മളുടെ നാട്ടിലെ കുടിൽ വ്യവസായം അല്ലെങ്കിൽ പച്ചക്കറി തോട്ടം പോലെയാണ് തെക്കേ അമേരിക്കയിൽ, പ്രത്യേകിച്ച് കൊളംബിയ, ബൊളീവിയ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ അവരുടെ പണം കിട്ടുന്നത് ഈ ഡ്രഗ് കൃഷി ചെയ്തിട്ടാണ്. പണ്ടുകാലത്ത് നമ്മൾ ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നമ്മൾ അസുഖം വരുമ്പോൾ നമുക്ക് അരിക്കുന്ന മരുന്നിനെ പറ്റിയാണ് ഈ ഡ്രഗ് നമ്മൾ പറഞ്ഞത്. ഡ്രഗ് സ്റ്റോർ എന്നാണ് ഇപ്പോഴും ഡ്രഗ് ഷോപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാവും അത് ഉപയോഗിക്കുന്ന ആളുകൾ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അത് എത്രമാത്രം മനുഷ്യന്റെ ശരീരത്തിന്, മനസ്സിന്, ബ്രെയിനിന് ദ്രോഹം ചെയ്യുന്നൊക്കെ അറിയാം. അപ്പം അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രൈമായിട്ട് അറിയപ്പെടുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. അത് സ്വന്തമായിട്ട് ജോലിയുടെ കാര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ പല ആളുകളും വീടൊക്കെ വിറ്റ് ഗൾഫിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി തട്ടിപ്പിനിരയായി തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ കുറെ ആളുകൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത് ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ചില സമയത്തൊക്കെ കുട്ടികളെയൊക്കെ ഓർഗൻ മാറ്റുന്നതായിട്ടൊക്കെ പത്രങ്ങളിൽ റിപ്പോർട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ സെക്സ് ട്രേഡിന് വേണ്ടിയിട്ട്, ഫ്ലഷ് ട്രേഡ് എന്ന് പറയും. ഇതെല്ലാം ചെയ്യുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്. ഇതെല്ലാം നടത്തുന്നത് വളരെയധികം പണമുള്ളവരും അറിവുള്ളവരും കഴിവുള്ളവരും വളരെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ലെവലിൽ എത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ എന്തുകൊണ്ട് മനുഷ്യന് മാറ്റം ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നില്ല, ഇതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അതിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ അവയർനെസ്സിനെ പറ്റി പറയുന്നത്. നമ്മളെല്ലാവരും ഈ വാക്ക് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പല ഗ്രൂപ്പുകളിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് അവയർനെസ്, ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ നമ്മൾ സാറ് സൂചിപ്പിച്ച പോലെ ലൈഫ് സ്കിൽ എടുക്കുമ്പോൾ ആദ്യത്തെ ലൈഫ് സ്കില്ല് യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. എമ്പതി, സെൽഫ് അവയർനെസ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള 10 എണ്ണമാണ്. അത് നമ്മളുടെ തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ കുറവാണ് എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പോഴും നമ്മളുടെ സ്കൂളുകളിലും കോളേജിലും ഒന്നും ലൈഫ് സ്കില്ല് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ഭാഗ്യവശാൽ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി, അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് കമ്പൽസറി ആയിട്ട് ഈ 10 ലൈഫ് സ്കില്ല് പഠിപ്പിക്കണമെന്ന് പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുത്തൊരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്നുള്ള കാര്യത്തിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ 4 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പഠനങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ അവിടെ ഞാൻ കണ്ടത് ഒരു 20-30% ആളുകളും മാത്രമേ പാസ്സാവുന്നുള്ളൂ. സോ അന്നത്തെ കുഞ്ചേരി സാറിനോടൊക്കെ ഞാൻ അതേപറ്റി പറഞ്ഞു. 2-3 എഞ്ചിനീയറിംഗ് കോളേജിൽ ഐ മൈസെൽഫ് വെന്റ് ആൻഡ് കണ്ടക്ടഡ് ദിസ് സെൽഫ് അവയർനെസ് ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനിങ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവയർനെസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ പല ആളുകളും പറയുന്നത് ഒരു ഡീപ്പർ നോളജ് എന്നാണ്. വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. ചില ആളുകൾ ഇപ്പൊ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കും, ചില ആൾക്ക് നല്ല അറിവുണ്ട് പക്ഷെ ഒരു തിരിച്ചറിവില്ല. ഈ അറിവും തിരിച്ചറിവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ചില തെക്ക് ഭാഗത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്ത് അവർ പറയുന്നത് ആൾക്ക് നല്ല ബുദ്ധിയുണ്ട് പക്ഷെ ഒരു ബോധമില്ല എന്ന് പറയും. ഈ ബുദ്ധി ബോധം തമ്മിൽ എന്താ വ്യത്യാസം? ഇതെല്ലാം കൊളോക്കിയൽ വാക്കുകളായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും നടത്തുന്നില്ല. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു സ്വയം അന്വേഷണത്തിനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മൾ പരീക്ഷ എന്നൊക്കെ പറയുന്ന അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അത് ഏറ്റവും നന്നായിട്ട് എഴുതി വെക്കുന്ന ആൾക്ക് മാർക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി കൈയക്ഷരം നല്ലതാണെങ്കിൽ കുറച്ചുകൂടി കൊണ്ട് മാർക്ക് കിട്ടുന്നു. ഭാഷ നല്ലതാണെങ്കിൽ കുറച്ചുകൂടി കൊണ്ട് മാർക്ക്. ഈ 3 കാര്യമാണ്. ജോസ് സാർ ഞാനൊക്കെ ഒത്തിരി കാലം ഈ പരീക്ഷാ പേപ്പറൊക്കെ നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷെ ആ വ്യക്തിത്വമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഏറ്റവും ദോഷകരമായ ഒരു കാര്യമാണ് നമ്മളുടെ വ്യക്തികളായിട്ട് ഒരു സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ അധ്യാപകന്റെ വ്യക്തിത്വമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യവും വിഷയവും ബന്ധപ്പെടുന്നില്ല. അപ്പൊ ഈ അവയർനെസ് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നത് ഒരു ഡീപ്പർ നോളജ് അല്ലെങ്കിൽ ബീയിങ് പ്രസന്റ്, മൈൻഡ്ഫുൾ, ഇങ്ങനെയുള്ള വേറൊരു വാക്ക്, ഒരു പര്യായ വാക്ക് ഉപയോഗിക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അറിവും അവബോധത്തിലുള്ള വ്യത്യാസമാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അത് രണ്ടും ഒന്നല്ല. അറിവ് നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്, സെൻസസിലൂടെ. അതായത് നമ്മുടെ ഇന്ദ്രിയത്തിലുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാകുന്നു, ആ സെൻസേഷൻ ഉണ്ടാകുന്നു, അത് നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ നോളജ്. അറിവുണ്ടാകുന്ന അങ്ങനെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5 പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ രംഗത്തുള്ള അറിവ് നമ്മൾ കുറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് ജന്മന അന്ധനായിട്ടൊരാൾക്ക് കളറിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല, കാരണം ദാറ്റ് സെൻസ് പെർസെപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ജന്മന ബധിരനായിട്ടൊരാൾക്ക്, ചെവി കേട്ടുകൂടാത്ത ഒരാൾക്ക് ഈ രാഗങ്ങളെ പറ്റി, സ്വരത്തെ പറ്റി അറിയാൻ പറ്റില്ല, കാരണം അയാൾക്ക് ആ സെൻസ് പെർസെപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ 5 സെൻസ് നമ്മൾ ഒരുപോലെ ഉപയോഗിക്കുന്നില്ല. ചിലർ ഏതെങ്കിലും ഒന്ന് കൂടുതലായിരിക്കും, അതിൻ്റെതായ വ്യത്യാസങ്ങൾ ആ വ്യക്തികളുണ്ട്. പക്ഷെ 5 നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളുടെ ഈ നോളജ് ലെവലിലുള്ള ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്.
ഈ 5 സെൻസ് ഉപയോഗിക്കുമ്പോഴും അതിന് നമ്മൾ ഈ നോളജ് ലെവലിലും നമുക്ക് അളക്കാൻ സാധിക്കും. അതിനെയാണ് IQ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സാധാരണ നമ്മൾ പറയുന്നത് 4 ലെവലായിട്ടാണ് ഈ നോളജിനെ നമുക്ക് തരംതിരിക്കാവുന്നത്. നമ്മളുടെ ഏറ്റവും അടിയിലുള്ളത്, ഏറ്റവും താഴെ കിടന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. ഒരു ഇൻഫർമേഷൻ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇൻഫർമേഷൻ കിട്ടും. ഇന്നത് ചെയ്യണം, ചെയ്യരുത്, ഇത് ഇൻഫർമേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ 3 4 വയസ്സുള്ള കുട്ടിയോട് അമ്മ പറയുന്നു തീയുടെ അടുത്ത് പോകരുത്, പൊള്ളും, അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞാൽ കുട്ടി അമ്മ പറയുന്നത് കേട്ട് മാറി നിൽക്കില്ല. പയ്യെ പയ്യെ സാവധാനം തീയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലും. അടുപ്പിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ചൂട് അനുഭവിക്കുക, ദാറ്റ് ഈസ് ദ എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് കിട്ടുന്ന അവിടെ ഇവിടെയുള്ള കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് കിട്ടുന്ന ഒന്നിനെയാണ് ഈ നോളജ് എന്ന് പറയുന്നത്. അറിവ് അവിടെയാണ്. ഈ അറിവ് അടുക്കും ചിട്ടയായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുമ്പോഴാണ് അത് കോൺസെപ്റ്റ് ആവുന്നത്, ഐഡിയാസ് ആവുന്നത്, ആശയങ്ങൾ ഉണ്ടാവുന്നത്. ഈ ആശയങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തുമ്പോഴാണ് തിയറികൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഐഡിയോളജി, പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് 4 ലെവലാണ്, ബുദ്ധിയുടെ 4 ലെവലുകളാണ്. അപ്പോൾ നമ്മൾ ഒരു PhD ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണല്ലോ, വി കളക്ട് ദ ഡേറ്റ, ഈ പ്രോസസ് ദ ഡേറ്റ, റിലേറ്റ് ദ ഡേറ്റ ആൻഡ് സേ ഹയർ ദി എഡ്യൂക്കേഷൻ, ലോവർ ദ സൂപ്പർസ്റ്റിഷൻ. ഇറ്റ്സ് എ തിയറി ഇൻ സോഷ്യൽ സയൻസ്. അതല്ലെങ്കിൽ വാട്ടർ ബോയിൽസ് 2 ഡിഗ്രി സെന്റിഗ്രേഡ് അറ്റ് സീ ലെവൽ എന്ന് പറയുന്നത് ഫിസിക്സിലെ ഒരു തിയറിയാണ്. ഇത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഒരു ശാസ്ത്ര ലോകമാണ്. നമ്മൾ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളത് വിശ്വസിക്കണമെന്നില്ല. പണ്ട് കാലത്ത് ആ അറിവുള്ള ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും, അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞാൽ വിശ്വസിക്കും. ഇന്ന് കുട്ടികൾ ചോദിക്കും, വാട്ട് ഈസ് ദ പ്രൂഫ്, ക്യാൻ യു പ്രൂവ് മീ, വാട്ട് ഈസ് എവിഡൻസ്. അപ്പൊ ഇന്നത്തെ ലോകം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ലോകമാണ്, എവിഡൻസ് ബേസ്ഡ് ലോകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നത്തെ ലോകം അത് അംഗീകരിക്കില്ല. അപ്പം ഈ നോളജിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് എ മെന്റൽ പ്രോസസ്, തിങ്കിങ് ലെവലിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ബ്രെയിനിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പക്ഷേ അവബോധം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ചിന്താതലം മാത്രമല്ല, മനുഷ്യന്റെ പേഴ്സണാലിറ്റിയുടെ പ്രധാന ഘടകങ്ങളായ വികാരങ്ങളും പെരുമാറ്റങ്ങളും. മനഃശാസ്ത്രം പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്: നോളജ്, തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. അതിനെ കൊഗ്നിറ്റീവ് ലെവൽ, അഫക്റ്റീവ് ലെവൽ ആൻഡ് കൊനേറ്റീവ് ലെവൽ എന്നാണ് പറയുന്നത്, വില്ലിംഗ് എന്ന അർത്ഥത്തിൽ. അതേസമയം നമ്മൾ അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ നമ്മൾ പറയും 2 കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കും, അതിനെ മൂല്യങ്ങളും അതുപോലെ തന്നെ മനോഭാവങ്ങളും. അപ്പൊ 5 പ്രധാന കാര്യങ്ങൾ: തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിയർ, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ സമഗ്രമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്പർശിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ആ വ്യക്തിക്ക് അവബോധം ഉണ്ടാവൂ. അതല്ലെങ്കിൽ ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ ഇസ് വെരി യൂസ്ഫുൾ. ഇൻഫോർമേഷൻ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ദാറ്റ് നീഡ് നോട്ട് ചേഞ്ച് അസ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിലും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മാറ്റത്തെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, എൻകറേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ അവയർനെസ് ലെവലിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഈ കാൾ റോജേഴ്സ് ഒക്കെ കൗൺസിലിംഗിൽ പറയുന്നത് മിറർ ദ ഫീലിംഗ് എന്ന് പറയപ്പെടും. ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു, പക്ഷേ യു ഹെൽപ്പ് ദ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഓർ ഹെർ ഓൺ ഫീലിംഗ്. അപ്പൊ നമ്മൾ തന്നെ വികാരത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് വിശകലനം ചെയ്യാൻ പറ്റുമ്പോൾ, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ തിങ്കിങ് ആൻഡ് ഫീലിങ്സ് ആർ 2 ഡിഫറെന്റ് തിങ്സ്, നോട്ട് ദ സെയിം. ഞാൻ പല ഗ്രൂപ്പുകളിലും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് യുവർ ഫീലിംഗ്? പലരും പറയാറില്ല. ചിലപ്പോൾ പറയും, എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ ദാഹിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് ഉച്ചനേരത്താണെങ്കിൽ. അപ്പൊ ഞാൻ പറയും, വിശപ്പ് ദാഹമൊന്നും ഫീലിംഗ് അല്ല, അത് നമ്മളുടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ബോഡിയിൽ നടക്കുന്നതാണ്. ഇപ്പൊ 12:30 നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 12 മണിയാകുമ്പോൾ നമ്മുടെ വയറിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഏർജാണ് ഈ വിശപ്പ്. അപ്പം പക്ഷെ നമ്മൾ വിശപ്പുണ്ട് എന്ന് പറയുന്ന ഒരാൾ നമ്മൾ വഴക്ക് പറഞ്ഞാൽ ഈ വിശപ്പ് ഉടനെ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആരെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാ അല്ലെങ്കിൽ ഭക്ഷണത്തിലേക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞാൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഈറ്റ്. അപ്പൊ ഏത് തീവ്ര വികാരം ഉണ്ടായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുകയോ തീവ്രമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഒരാളുടെ രോഗം അവസ്ഥയിൽ നമ്മൾ കാത്തിരിക്കുന്ന വിശപ്പ് തോന്നൂല നമുക്ക്. അത് കാരണം ഇതാണ്, ഈ വികാര വിക്ഷോഭം ഉണ്ടാകുമ്പോൾ ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ പ്രൊഡക്ഷൻ നിന്ന് പോകും. അതേസമയം തന്നെ ആളുകളിൽ ഞാൻ പറഞ്ഞല്ലോ, വഴക്ക് കിട്ട് കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 5 to 10% ആളുകൾ വഴക്ക് കിട്ട് കഴിഞ്ഞാൽ ഉടനെ പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴക്ക് കേട്ട് അവർക്കൊരു ശീലമായി. അപ്പൊ അതിനെ അവർ ഇൻസുലേറ്റ് ചെയ്യും, അത് അവരെ വൈകാരികമായിട്ട് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അപ്പം വഴക്ക് കേട്ട് കഴിഞ്ഞാൽ അവർ പോയി ഭക്ഷണം കഴിക്കും, കൂടുതൽ വഴക്ക് കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കും. അതാണ് അതിന്റെ രീതി.
That is a very few people, but most people will not be able to eat when they are affected by any serious emotions. അതാണ് ഒന്നാമത്. അപ്പൊ പക്ഷെ ഇമോഷൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇമോഷൻസ് എങ്ങനെയാ ഉണ്ടാകുക? ഒന്ന്, പല ആളും വിചാരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഇമോഷൻസ് ഉണ്ടായി, പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരമുണ്ട്. അതായത് നമ്മൾ ഒരു സൂര്യാസ്തമയം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കാണുമ്പോൾ നമ്മൾ സന്തോഷം തോന്നും, അല്ലെങ്കിൽ കൊച്ചുകുട്ടി ചിരിക്കുമ്പോൾ നമുക്ക് തോന്നും. ഇതൊരു മൊമെന്ററി ആണ്, അധികം നിൽക്കില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നും, അത് വളരെ കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷെ നിലനിൽക്കുന്ന വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്. കാരണം ചിന്തയുടെ പ്രധാനപ്പെട്ട കാര്യം ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, ഞാൻ സെൻസസ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ പോലെ, ആ പെർസെപ്ഷൻ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രോസസ്സിങ് നടത്തും. അപ്പൊ നമ്മളൊരു സെൽഫ് ടോക്ക് നടത്തും. ഇനി ആള് നല്ലതാണ്, ആള് നല്ലതല്ല, അല്ലെങ്കിൽ ആളെ വിശ്വസിക്കാൻ പറ്റില്ല. ഉടനെ നമുക്കൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇമോഷൻസ് പ്രധാനമായിട്ട് 3 തരത്തിലുണ്ടാവും. വളരെ മൈൽഡ് ആയിട്ടുണ്ടാവും, വളരെ മോഡറേറ്റ് ആയിട്ടുണ്ടാവും, ഇന്റൻസ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മലയാളികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യക്കാര്, ഇന്റൻസ് ഇമോഷൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. മൈൽഡ് ഇമോഷൻസ് പലപ്പോഴും മനസ്സിലാവില്ല. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചൈൽഡ്ഹുഡിന്റെ അപ്ബ്രിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. അതായത് നമുക്കറിയാമല്ലോ, സൈക്കോളജിസ്റ്റ് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് 0 to 6 years ആണ്. ഇപ്പം നമ്മളുടെ TA സ്ക്രിപ്റ്റ് അനാലിസിസ് ആണ് നമ്മൾ അത് പ്രത്യേകമായിട്ട് പറയും. നമ്മൾ ആ സമയത്താണ് നമ്മളുടെ ജീവിതത്തെ പറ്റി ഒരു കഥ നമ്മൾ എഴുതുന്നത്, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. അതാണ് പിന്നീട് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം 6 വയസ്സിന് താഴെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും തീവ്രമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് നമ്മുടെ ജീവിതം നശിച്ചു പോകുന്നില്ല, ഒരിക്കലും അല്ല. നമുക്ക് ഇൻസൈറ്റ്സ് ഉണ്ടാവണേ, അതാണ് അവയർനെസ് എന്ന് പറയുന്ന ഇൻസൈറ്റ് ആണ്. ഈ ഉൾക്കാഴ്ചകൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള സ്വാഭാവികമായ കഴിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒരു നല്ല കൗൺസിലർ ചെയ്യുന്നത് ഈ കഴിവിനെ ദ്യോതിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കൗൺസിലിംഗിൽ എന്താ സാധാരണ ചെയ്യുക? നമ്മൾ ഒരാളൊരു കാര്യം പറയുന്നു, നമ്മളത് ശ്രദ്ധിച്ചു കേൾക്കുന്നു, ആ പ്രശ്നത്തിന്റെ പല വശങ്ങളെ പറ്റി അയാളോട് ചോദിക്കുന്നു, അയാൾക്ക് മനസ്സിലാക്കാൻ അവസരം കൊടുക്കുന്നു. ഈ കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ഈ പ്രശ്നം ഒരു കാരണമല്ല, പല കാരണങ്ങൾ കാണുന്നു മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമല്ല, പല പരിഹാരങ്ങളുണ്ട്. ഈ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നാണ് കൗൺസിലർ പറയുക. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഉപദേശം കൊടുക്കലല്ല. ആ സമയത്താണ് ഈ ക്ലയന്റ് കൗൺസിലറോട് പറയുന്നത്, എനിക്കിപ്പോ പ്രശ്നം മനസ്സിലായി, കാരണങ്ങൾ മനസ്സിലായി, പരിഹാര മാർഗങ്ങൾ മനസ്സിലായി, പക്ഷെ എനിക്ക് ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, ഐ എം അഫ്രൈഡ്. ദാറ്റ്സ് എ ടൈം ദ കൗൺസിലർ ഇന്റർവെൻഷൻ കംസ്. അപ്പൊ കൗൺസിലർ ഇന്റർവെൻഷൻ നടക്കുന്ന ഈ 4th സ്റ്റേജിലാണ് ശരിക്കും. മറ്റേതെല്ലാം എക്സ്പ്ലോറേഷൻ ആണ്. ആ സമയത്ത് ഈ കൗൺസിലർ അയാളെ ബോധ്യപ്പെടുത്താണ്, യു ഹാവ് എൻ എബിലിറ്റി, യു ക്യാൻ ഡെവലപ്പ് ദ സ്കിൽസ്, യു ഹാവ് ഇൻസൈറ്റ്സ്. അപ്പൊ ആ ഇൻസൈറ്റ് കിട്ടുമ്പോൾ മനസ്സിലാവും, ഓ ഐ സി, ഐ ഡിഡ് നോട്ട് നോ ദിസ് അറ്റ് ദ മൊമെന്റ്. ഇവിടെയാണ് ശാസ്ത്രീയമായ ഒരു അന്വേഷണം നമുക്ക് ആവശ്യം. അപ്പൊ ആ അവബോധം വളർത്തുക, അവബോധം വളരാനായിട്ട് സഹായിക്കുക, ദിസ് ഇസ് തിങ്. അപ്പൊ നമ്മളുടെ ചിന്തയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മളുടെ പെരുമാറ്റങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കറിയാലോ, മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പെരുമാറ്റ ശാസ്ത്രമാണ്. ദ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ഈസ് എ ബിഹേവിയറൽ സയൻസ്. കാരണം മറ്റൊരാളുടെ ചിന്തയോ വികാരങ്ങളെയോ കാണാൻ നമുക്ക് ആർക്കും സാധിക്കില്ല, പക്ഷേ അയാളുടെ പെരുമാറ്റം നമുക്ക് കാണാം. ഒരു വ്യക്തിയുടെ പെരുമാറ്റം നമ്മൾ ഓവർ എ പീരീഡ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിന് ചില പാറ്റേൺ ഉണ്ടാവും. ഈ പാറ്റേൺ കൊണ്ട് നമുക്ക് മനസ്സിലാകാം ഈ വ്യക്തി ഇന്ന സ്വഭാവം, ഇന്ന ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആളാണ്, ഇന്ന വികാരങ്ങളാണ് അയാളെ മതിക്കുന്നത്, അയാളെ സ്വാധീനം നമുക്ക് പറയാൻ സാധിക്കും. That's how the psychology develops in terms of intervention techniques. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്ത, വികാരം, പെരുമാറ്റം, അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മനോഭാവങ്ങൾ. ഈ മനോഭാവങ്ങൾ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുമ്പോഴും നമ്മുടെ മനസ്സിലൂടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതിനാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ നമ്മൾ വ്യക്തികളോട് പെരുമാറുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മൂല്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. നമ്മളുടെ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ നമ്മൾ കൊടുക്കുന്ന മൂല്യങ്ങൾ എന്താണ്? മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ വിലയല്ല, അതിന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് വൈകാരിക തലത്തിൽ കൊടുക്കുന്ന ഒരു സ്വാധീനത്തിനാണ് മൂല്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 10 രൂപ വിലയുള്ള പേന, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 10 രൂപ നഷ്ടപ്പെടുന്നത്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ആ പേന തന്നതെങ്കിൽ ആ പേന നഷ്ടപ്പെടുമ്പോൾ എനിക്ക് നഷ്ടബോധം തോന്നും. അല്ലെങ്കിൽ ആ പേന ഞാൻ ഉപയോഗിക്കുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ ആ വ്യക്തിയെ ഞാൻ ഓർക്കും. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. കാരണം സമ്മാനം ഈസ് റെപ്രസെന്റിങ് എ പേഴ്സൺ. ദ പ്രസന്റ് ഈസ് ഓൾവേസ് റെപ്രസെന്റിങ് എ പേഴ്സൺ. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതിൽ ആ ആൾക്കൊരു ഇതുണ്ട്. ഞാനിപ്പോഴും ഓർക്കും, ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് ഒരാളുടെ ബർത്ത്ഡേക്ക് ഞാനൊരു 5 സ്റ്റാർ ചോക്ലേറ്റ് കൊടുത്തു. 5 സ്റ്റാർ അതെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ അത് കൊടുത്തിട്ട്
10 വർഷം കഴിഞ്ഞ് ഞാൻ ബർത്ത്ഡേക്ക് അദ്ദേഹത്തെ വിഷ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 10 കൊല്ലം മുമ്പ് എനിക്ക് നിങ്ങൾ തന്ന ആ 5 സ്റ്റാറിന്റെ ആ പേപ്പർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടത്. സോ ഈ ഹാസ് ഈറ്റൻ ദ സ്റ്റാർ, പക്ഷെ ആ പേപ്പർ ഇപ്പോഴും ഉണ്ട്, ആ റാപ്പർ ഉണ്ട്. ആ റാപ്പർ കാണുമ്പോഴും ഞാൻ എന്നെ ഓർക്കുന്നു. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അപ്പോൾ ആ അയാളുടെ തീവ്രമായ ഒരു സ്നേഹബന്ധത്തിന്റെ അനുഭവമായിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പൊ നമ്മളുടെ വ്യക്തിപരമായി നമ്മൾ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് അറിയാലോ, വാട്ട് മേക്സ് എ ഹ്യൂമൻ ബീങ്സ് ഹാപ്പി. പഠനങ്ങൾ കാണിക്കുന്നത് ഓൺലി ദ ഹാപ്പിനെസ് കം ഫ്രം എ പേഴ്സൺ ഹു എക്സ്പീരിയൻസ് ബൈ എ പേഴ്സൺ ഹു ഹാസ് എ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നല്ല വ്യക്തിബന്ധങ്ങൾ ഇല്ലാത്തവർ ഒരിക്കലും ഹാപ്പി ആവില്ല. ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട് ഹാപ്പിനെസിനെ പറ്റി. നമുക്കറിയാം ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ഇറ്റ്സ് എ മെന്റൽ റിയാലിറ്റി. വേറെ ഫിസിക്കലായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സുഖം എന്ന് പറയുന്നത് പ്ലഷറാണ്. ബോഡിലി നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നല്ല സുഖമുള്ള ഒരു ചെയറിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ തണുപ്പുള്ള ദിവസം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു സുഖമാണ്. ഇതിനെയാണ് പ്ലഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ലോകം ഒരു പ്ലഷർ സീക്കിംഗ് വേൾഡ് എന്ന് പറയുന്നത് ഇത്തരം ഈ പ്ലഷറിന്റെ പിന്നിലെയാണ് ആള് നടക്കുന്നത്. അതേസമയം ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു മെന്റൽ റിയാലിറ്റിയാണ്. അതിനെ നമുക്ക് കാണാൻ പറ്റില്ല, തൊട്ടു നോക്കാൻ പറ്റില്ല, പക്ഷെ ഇത് എക്സ്പീരിയൻസ് ആണ്. എന്തുകൊണ്ടാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്? ഈ ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ചില ഹോർമോൺസ് ഉണ്ടാകുന്ന വഴിയായിട്ടാണ് ഈ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ചില രീതികളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്തല്ല, റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയടിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഹോർമോൺ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, യു ആർ ഡൂയിങ് വെരി വെൽ, തേഴ്സിൻ യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ എന്ന് ഞാൻ പറയുമ്പോൾ ഈ ഹോർമോൺ എന്നിൽ ഉണ്ടാവുന്നു. when she hears that, she also get this hormone. Is understand? No? അപ്പൊ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ പോൾ സാറിനോട്, പോൾ സാർ യു ആർ എ വെരി ഡിലിജന്റ് പേഴ്സൺ, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനും അത് ഉടനെ പ്രതികരിക്കുന്ന ആളാണ്. അപ്പോൾ അത് എന്നിലാണ് ഉണ്ടാകുന്ന ആ സന്തോഷം അദ്ദേഹത്തിനുണ്ടാവും. അപ്പൊ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക. വേറെ ഒന്നുള്ളത്, എന്തെങ്കിലും ചെറിയ ചെറിയ നന്മകൾ ആളുകൾക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു ആൾ നിൽക്കുന്നു, പ്രായമുള്ള ആള് റോഡ് ക്രോസ് ചെയ്യാൻ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ അയാൾ കൈ പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ദിസ് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇനി ചില ആൾക്ക് നമുക്ക് ഇങ്ങനെ നന്മ ചെയ്യാൻ നേരിട്ട് ചെയ്യാനായിട്ട് അവസരം കിട്ടില്ല. ആരെങ്കിലും നന്മ ചെയ്യുന്നത് നമ്മൾ കണ്ടാൽ ഈ ഹോർമോൺ ഉണ്ടാവുന്നതാണ് ന്യൂറോ സയൻസ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ധാരാളം മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഹാപ്പിനെസ് എന്നുള്ള വികാരം നമ്മിൽ തീവ്രമായിട്ടുണ്ടാകുന്നത്. നമുക്കറിയാലോ, നമ്മള് സങ്കടം വരുമ്പോൾ കരയുന്നു, ഇല്ലേ? അത് കരയുന്നോണ്ടല്ല സങ്കടം വരുന്നത്, തിരിച്ചാണ്. സങ്കടമുള്ളത് കൊണ്ടാണ് കരയുന്നത്. അതുപോലെ ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ സന്തോഷം ഉണ്ടാകുന്നതുകൊണ്ട് ഹോർമോൺ ഉത്പാദിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ഇതിനെയാണ് നമ്മൾ ഇതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപരമായി, വാട്ട് ഈസ് ദിസ് മീനിങ് ഓഫ് ഹാപ്പിനെസ്, വാട്ട് ഈസ് ദ ഇമോഷൻസ്, ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഹൗ ക്യാൻ യു അനലൈസ് ഇറ്റ്. അപ്പൊ നമുക്കുണ്ടാകുന്ന വികാരങ്ങളെ മനസ്സിലാക്കാനായിട്ട്, വിധിക്കാതെ ശരിയോ തെറ്റോ എന്ന് പറയാതെ അതിനെ ഉൾക്കൊള്ളാനായിട്ട്, അതിനെ വിശകലനം ചെയ്യാനായിട്ട്, അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനായിട്ട് പറ്റുന്ന അവസരത്തിൽ മാത്രമേ ഈ അവബോധം ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നോളജ് വിൽ നോട്ട് ഹീൽ യു, ബട്ട് അവയർനെസ് വിൽ ഹീൽ യു. അവയർനെസ് ഈസ് ഹീലിംഗ്. അവയർനെസ് ഈസ് ഹീലിംഗ്. അത് ഫിസിക്കൽ റിയാലിറ്റി ആയാലും മെന്റൽ റിയാലിറ്റി ആയാലും അതുപോലെ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ തലം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ തലം എന്ന് പറയുന്നത്. നമ്മൾ ബോഡി, മൈൻഡ്, സോൾ എന്നൊക്കെ പറയുമല്ലോ. സോൾ നമുക്ക് കാണില്ല, പക്ഷെ നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് സോൾ എന്ന് പറയുന്നത്. എന്താണ് വാട്ട് ഹാപ്പൻ ടു സോൾ? വെൻ യു എക്സ്പീരിയൻസ് എ കാംനെസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് എ ഷിയർ ജോയ്. അതിനെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ സുഖം, സന്തോഷം, ആനന്ദം, ഇത് 3 റിയാലിറ്റീസ് ആണ്. ഈ 3 റിയാലിറ്റീസ് മനുഷ്യന് മനസ്സിലാക്കാനും അത് അനുഭവിക്കാനും പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഈ അവയർനെസിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാത്തവര് ഇത് കേൾക്കും, നല്ല ടോക്കാണ്, ഇത് ഉപയോഗിക്കാൻ കൊള്ളാം, എനിക്ക് പ്രസംഗിക്കാൻ കൊള്ളാം, ആളോട് പറഞ്ഞു കൊടുക്കാം, ഒരു കാര്യം ഉണ്ടാവില്ല ആളുകൾക്ക്. ഈ പ്രസംഗം കൊണ്ട് ലോകം നന്നാകുമായിരുന്നെങ്കിൽ ഇപ്പൊ 2-3 പ്രാവശ്യം ലോകം നന്നായതല്ലേ. നമ്മളൊക്കെ പ്രസംഗിക്കുന്നവർ, ഞങ്ങളൊക്കെ നാക്കോട്ട് ജീവിക്കുന്നവരാന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ലോകത്തിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ലോകത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ഈ വ്യക്തികളിൽ ഈ സ്വാധീനം, അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നിതാന്തമായ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രക്രിയയാണ് ലീഡർഷിപ്പ്. നേതൃത്വം എന്ന് പറയുന്നതാണ്. നമ്മളുടെ മത നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരുടെ ജീവിതം ധന്യമാകും. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ കേരളത്തിൽ വിശ്വസിക്കാവുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയുണ്ട്? വിരലെണ്ണാവുന്ന കുറെ പേരൊക്കെ കണ്ടേക്കാം. അത്രേ ഉള്ളൂ.
കാരണം ആളുകൾക്ക് വിശ്വാസമില്ല. മതനേതാക്കന്മാരെ ആളുകൾക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മളുടെ ജീവിക്കണമെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ വേണം, അങ്ങനെയൊക്കെയുള്ള കരുതലാണുള്ളത്. അപ്പം നമ്മൾക്ക് ഈ അവബോധം എന്ന് പറയുന്ന ആഴത്തിലുള്ള ഒരു ഇൻസൈറ്റ് ആണ്. അതൊരു അറിവിൽ നിന്ന് വളരെ വളരെ ആഴത്തിലേക്ക് പോകും. അറിവ് ആവശ്യമാണ്, അത് നമ്മുടെ ബുദ്ധിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. വികാരങ്ങൾ എന്നേലും നമ്മുടെ പെരുമാറ്റങ്ങളിലും മൂല്യങ്ങളിലേക്കൊക്കെ പോകണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് പേഴ്സണാലിറ്റിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഫ്രോയിഡിയൻ അനാലിസിസ് തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇത്തരം ഒരു അവയർനെസ് ലെവലിനെ പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അവയർനെസ് ഉള്ള വാക്ക് തന്നെ ഈ പണ്ട് മുതൽ പറയുമെങ്കിൽ ഞാൻ ഈ പറയുന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരുന്നത്. ഒരു സെൻസേഷൻ ലെവലിലാണ്. ഇപ്പൊ ഫ്രോയിഡിന്റെ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഐ എം ഫീലിംഗ് വെരി നൈസ്, ഇറ്റ്സ് എ നൈവ് അവയർനെസ്. ആക്ച്വലി പൗളോ ഫ്രെയർ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വീക്ഷണ, അദ്ദേഹം ബ്രസീലിയൻ ആണ്, ചിലിയിലാണ് അദ്ദേഹം അഡൽട്ട് എഡ്യൂക്കേഷൻ പഠിച്ചതും ഉപയോഗിച്ചതും. ചിലിയിൽ അതിനുശേഷം ഒരു വലിയൊരു വിപ്ലവം ഉണ്ടായി 1980-കളിലെ ആദ്യത്തില്. ആ വിപ്ലവത്തില് ഒരു ലെഫ്റ്റിസ്റ്റ് ഗവൺമെന്റ് വരെയും അലിൻഡെ എന്ന് പറഞ്ഞ ഒരാൾ പ്രസിഡന്റ് ആയും അദ്ദേഹത്തെ ഒരു മിലിറ്ററി കൂലില് പിനോഷ എന്ന് പറയുന്ന മിലിറ്ററി നേതാവ് വധിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ലോക ചരിത്രമുണ്ട്. അപ്പൊ ഈ പൗളോ ഫ്രെയറിനെ അവർ നാട് നടത്തി. അദ്ദേഹമാണ് പെഡഗജി ഓഫ് ദി ഒപ്രസ്ഡ് എന്നുള്ള പുസ്തകം എഴുതുന്നത്, മർദ്ദിതരുടെ ബോധനശാസ്ത്രം. അദ്ദേഹമാണ് ഹൗ ടു ഡെവലപ്പ് an education system to make people deeply aware of their socio-economic and economic and historical condition in order to change it to make it human എന്ന് അദ്ദേഹം എഴുതിയത്. ഇത് 1971 ഒരു ജനീവയിൽ നടന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് ഈ പൗളോ ഫ്രെയർ ആദ്യമായിട്ട് ഈ കോൺഷ്യന്റൈസേഷൻ എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങനെ ഒരു വാക്കില്ലായിരുന്നു 1970 ശേഷം. അതൊരു ബോധവൽക്കരണ പ്രക്രിയ. അപ്പൊ ഈ മനഃശാസ്ത്ര ഇത് അദ്ദേഹം ഒരു സാമൂഹ്യ ശാസ്ത്രമായിട്ടാണ് ചെയ്തത്, വിദ്യാഭ്യാസ പ്രക്രിയയായിട്ടാണ് ചെയ്തത്. ഇത് ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടന്റ് ഇൻ അവർ കൗൺസിലിംഗ് ആൻഡ് അവർ ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ. അപ്പൊ ആളുകൾക്ക് നമ്മൾ പറയില്ല ഒരു ബോധോദയം ഉണ്ടാകുക എന്ന് പറയും. ഈ ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടായി, ജ്ഞാനമുണ്ടായി എന്ന് പറയുന്ന അതേപോലെയാണ്. അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനൊരു ബോധോദയം ഉണ്ടായി ഒരു സമയത്ത്, അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാന സമയത്തോ അല്ലെങ്കിൽ ട്രാൻസ്ഫിഗറേഷൻ സമയത്തോ ഒക്കെ. ഏതായാലും നമ്മൾ ഈ ലോക ചരിത്രത്തിൽ പലപ്പോഴും വ്യക്തികൾക്ക് ഇങ്ങനെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അവരാണ് ലോകം മുഴുവൻ ആദരിക്കുന്ന ഗുരുക്കന്മാരായിട്ട് മാറുന്നത്. ഇത് നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം കൂടി ഉള്ളത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിന്തയും വികാരവും പെരുമാറ്റവും ഒക്കെ ഉണ്ടെങ്കിലും ഈ ചിന്തയെ പറ്റിയുള്ളത് കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ചിന്ത എപ്പോഴും കോൺഷ്യസ് അല്ല, കോൺഷ്യസ് ആവണമെന്നില്ല. നമ്മൾ ബോധപൂർവ്വം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നു, എഴുതുന്നു, മനസ്സിലാക്കുന്നു, ഇത് ബോധപൂർവ്വമാണ്. പക്ഷെ അതേ സമയം തന്നെ നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ, വായിക്കുമ്പോൾ, പ്രാർത്ഥന ചെല്ലുമ്പോഴും പറ്റുമ്പോഴും പറയും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേൻ, അല്ലെങ്കിൽ ആ വാതിലൊന്ന് അടച്ചിട്ടേ എന്നൊക്കെ പറയുന്നത് ഇത് കാരണം അതാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 4-5 പേജ് കഴിയുമ്പോൾ അയ്യോ വാട്ട് ഡിഡ് ഐ റീഡ് എന്ന് നമ്മോട് തന്നെ ചോദിക്കാറില്ലേ? കാരണം ദാറ്റ് ടൈം അവർ മൈൻഡ് ഇസ് ഡിസ്ട്രാക്ട്. കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കും, പക്ഷെ അവർ ഒന്ന് പറയും ഞാൻ എല്ലാം വായിച്ചതാണ്, പക്ഷെ പരീക്ഷയുടെ സമയത്ത് ഒന്നും ഓർക്കാൻ പറ്റിയില്ല. കാരണം ആ വായിച്ചു, അവർ ലിപ്പുകൊണ്ട് വായിച്ചു എന്നല്ലാതെ, ചുണ്ടോണ്ട് വായിച്ചെന്നല്ലാതെ അവരുടെ മനസ്സിലേക്ക് അത് പോകുന്നില്ല. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ദ മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ചിന്ത എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആയിട്ടുള്ള ചിന്തയും കോൺഷ്യസ് അല്ലാതെ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അതിനെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഒരു ഹാബിച്വൽ ലെവലിലാണ് നടക്കുക. അല്ലാതെ ഒരു ദിവസം സെൽഫ് ടോക്കും പിറ്റേ ദിവസം വേറെ സെൽഫ് ടോക്കും ഉണ്ടാകുന്നില്ല. നമ്മളുടെ സെൽഫ് ടോക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ്, നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ നിന്നാണ്, നമ്മളുടെ ചൈൽഡ്ഹുഡ് അപ്ബ്രിങ്ങിങ്ങിൽ നിന്നാണ്. അപ്പൊ അതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് ലൈഫിനെ പറ്റിയും അവരുടെ ഡെവലപ്മെന്റിനെ പറ്റിയും അതിലെ റപ്ചറിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വികാരങ്ങളും അതുപോലെ തന്നെയാണ്. എല്ലാ വികാരങ്ങളും നമുക്ക് മനസ്സിലാവണമെന്നില്ല. ചില വികാരങ്ങൾ നമ്മൾ കോൺഷ്യസ് ആണ്, ചിലത് കോൺഷ്യസ് അല്ല. പ്രത്യേകിച്ച് അസൂയ എന്ന വികാരം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ കോൺഷ്യസ് ആവാറില്ല എന്നാ പറയുന്നത്. അസൂയ ഉണ്ടാകുന്ന നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യം നമുക്ക് കിട്ടുന്നില്ല, വേറൊരാൾക്ക് കിട്ടി, അത് കിട്ടിക്കുമ്പോൾ നമുക്ക് ഒരു അസ്വസ്ഥത തോന്നും. അതൊരു സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റി അത് നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും ദാറ്റ്സ് വാട്ട് ദ മീനിങ് ഓഫ് അസൂയ, അല്ലേ? ജലസി. അത് നമ്മൾ കോൺഷ്യസ് ആവില്ല, പിന്നീട് നമുക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾ അസൂയ കൊണ്ടാ പറയുന്ന പറഞ്ഞാൽ ആളെന്ത് പറയും, അയ്യോ എനിക്ക് അസൂയൊന്നും അല്ല, ആളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാന്ന് പറയും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. അപ്പൊ ഇമോഷൻ ലെവലിൽ നമുക്ക് വളരെ കോൺഷ്യസ് ആവണമെന്നില്ല ആസ് വി എക്സ്പീരിയൻസ്. ദി ഐഡിയൽ വിഡ് ബി, നമ്മളുടെ ജീവിതത്തിൽ ഏത് വികാരം ഉണ്ടാകുന്നത്, അത് മൈൽഡ് ആയാലും മോഡറേറ്റ് ആയാലും ഇന്റൻസ് ആയാലും ഉടനെ നമുക്കൊരു സെൻസേഷൻ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് എൻ ഇൻസൈറ്റ്. ആ സമയത്താണ് നമ്മൾ ശരിക്കും അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ബിഹേവിയർ അതുപോലെ തന്നെയാണ്. എല്ലാ ബിഹേവിയറും കോൺഷ്യസ് അല്ല. ചില ബിഹേവിയർ കോൺഷ്യസ് ആണ്,
അധികം ബിഹേവിയർ നമ്മൾ ഹാബിച്വൽ ആയിട്ടുണ്ടാകുന്ന റിഫ്ലെക്സ് ബിഹേവിയർ എന്നാണ് അതിനെ പറയുക. നമ്മൾ വണ്ടി ഓടിക്കുന്ന ആള് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഓട്ടും പെട്ടെന്ന്. അത് ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അല്ല. കാരണം ദാറ്റ് ഇസ് റിഫ്ലെക്സ്, ബിക്കം ഹാബിറ്റ്. അപ്പൊ നമ്മൾ ദ വേ വി സിറ്റ്, ദ വേ വി സ്മൈൽ, ദ വേ ഇന്ററാക്ട് ഇസ് ഓൾ ഹാബിച്വൽ. അത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നു. ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഏത് ഹാബിറ്റും ഏത് പ്രായത്തിലും നമുക്ക് മാറ്റാൻ പറ്റും, പ്രൊവൈഡഡ് യു ഗെറ്റ് എൻ ഇൻസൈറ്റ് ടു ദാറ്റ്. കാരണം എല്ലാ ഹാബിറ്റും പഠിച്ചത് ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷനിലാണ്. നമ്മുടെ അമ്മയുടെ വയറ്റിൽ നമ്മൾ ആരും ഒരു ബിഹേവിയർ പഠിച്ചിട്ടല്ല വന്നത്. നമ്മുടെ ചെറുപ്പകാലത്തുള്ള ജീവിതത്തിൽ, പ്രത്യേകിച്ച് 6 വയസ്സുള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ ആരായിരുന്നോ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പേഴ്സൺ, അത് അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം, അങ്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആയിരിക്കാം, ആന്റി ആയിരിക്കാം, അവരുടെയൊക്കെ ആ ബിഹേവിയറിന്റെ ചില പാറ്റേണാണ് നമ്മളൊക്കെ എടുക്കുന്നത്. പക്ഷെ ആ ബിഹേവിയറിൽ കുറെ നന്മകളുണ്ട്, ചില ബിഹേവിയറിൽ നല്ലതല്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് അനാവശ്യമായിട്ട് മലയാളികൾ അങ്ങനെയാണല്ലോ, ഒരാളെ കണ്ട് അനാവശ്യമായ ഒരുപാട് ചോദ്യങ്ങൾ, നിങ്ങൾ എവിടുന്നാ വന്നേ, എന്താ കാര്യം, നിങ്ങൾ എന്തിനാ വന്നേ, ആരെയാ കാണാൻ വന്നത്, അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കും. അപ്പൊ കാരണം വി ആർ ഇൻക്വിസിറ്റീവ് പീപ്പിൾ. അതിന് ഒരു വിദ്യാഭ്യാസ രംഗത്ത് അതിനൊരു നല്ല വശമുണ്ട്, കാരണം ഇൻക്വിസിറ്റീവ്നെസ് നല്ലതാണ്. പക്ഷെ സോഷ്യൽ രംഗത്ത് ഒട്ടും നല്ലതല്ല. അനാവശ്യമായിട്ട് ആളുകൾ, ചില ആൾ പറയും വൈ ഡു യു വാണ്ട് ടു നോ അബൌട്ട് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോട് കോൺഫ്ലിക്റ്റ് ആയി. അപ്പം നമ്മളുടെ ചിന്തയിലും വികാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള ഒരു കോൺഷ്യസ് ലെവലുണ്ട്, നോട്ട് സോ കോൺഷ്യസ് ലെവലുണ്ട്. ഓക്കെ, ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ PPT ഉപയോഗിക്കുന്നില്ല, കാരണം ഐ വുഡ് ലൈക്ക് ടു ഇന്ററാക്ട്. PPT പറയാം, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാൻ വേണമെങ്കിൽ. ഈ വാട്ട് ഹാപ്പൻസ് ഈസ്, നമുക്ക് നമ്മളെ പറ്റിയുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പല ആളുകളും വിചാരിക്കുന്ന എൻ്റെ ഈ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം, സ്വയാഭിമാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കുള്ള എന്നെ പറ്റി അഭിപ്രായമാണ്. അതല്ല, മറ്റുള്ളവർക്ക് എന്നെ പറ്റി പല അഭിപ്രായം ഉണ്ടാവും, പലർക്ക് പല അഭിപ്രായമായിരിക്കും. പക്ഷെ എനിക്ക് എന്നെ പറ്റി ഒരു അഭിപ്രായമുണ്ട്, അത് നമ്മൾ ആരും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇത് കോൺസ്റ്റന്റ്ലി ഇറ്റ് കംസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ഇൻ അവർ ബിഹേവിയർ. അപ്പൊ നമുക്ക് എന്നെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം വസ്തുനിഷ്ഠമായിട്ട് എഴുതി പരിശീലിക്കുന്ന നല്ല ആവശ്യമായി. കാരണം എന്നാലേ അത് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ നമ്മൾ നാളെ ചിന്തിക്കത്തില്ല. എഴുതി നോക്കുമ്പോൾ നമുക്കറിയാം ഞാൻ എന്നെ പറ്റി പോസിറ്റീവ് ആണോ ചിന്തിക്കുന്നത്, നെഗറ്റീവ് ആണോ ചിന്തിക്കുന്നത്, എൻ്റെ സെൽഫ് എസ്റ്റീം ലോ ആണോ ഹൈ ആണോ. കാരണം നമ്മളുടെ ഒരു ധാരണയുള്ളത് വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് എസ്റ്റീം കൊണ്ടുവരും, വേണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി യൂണിവേഴ്സലി കൊറിലേറ്റീവ് ആയിരിക്കാം. ഈ വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് ചില ആളുകളുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ചൈൽഡ്ഹുഡായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളുകൾ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കില്ല. ദേ വിൽ ബി അഫ്രെയ്ഡ്. എസ്പെഷ്യലി അവർക്ക് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു സീരിയസ് റപ്ചർ, സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരാളെ വളരെ സ്നേഹിച്ചു, വളരെ വിശ്വസിച്ചു, ആളൊരു അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ആ മറ്റുള്ളവരോട് സ്വതന്ത്രമായിട്ട് പെരുമാറാനുള്ള ധൈര്യം വളരെ കുറഞ്ഞു പോകും, വിശ്വസിക്കില്ല ആളുകൾ. ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുള്ള ആൾക്ക്, പക്ഷെ സ്റ്റിൽ അഫക്ട്. കാരണം നമ്മളുടെ ബന്ധങ്ങളിൽ എപ്പോഴും നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ സൈക്കിക് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എനർജി ഉണ്ട്. സൈക്കിക് എനർജി നമുക്ക് ഫിസിക്കൽ എനർജി പോലെ സൈക്കിക് എനർജി ഉണ്ട്. സൈക്കിക് എനർജി എന്ന് പറയുന്ന വസ്തുതയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ള സ്വാഭാവിക കഴിവാണ്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്ന സമയത്ത്, ഉൾക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റില്ല, അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ ഓഫ് അവർ ലൈഫിൽ ചില തീവ്രമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ ചെന്നുവിടും. ഇപ്പൊ വിദ്യാർത്ഥി സമരത്തിലോ വല്ല കൊലക്കേസിലോ ഒക്കെ ചെന്നുവിട്ടുമ്പോൾ ജയിലിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവരത് തീവ്രമായിട്ട് ബാധിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ ഈ സൈക്കിക് എനർജി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ നോക്കി ചില ആളുകൾക്ക് ഒരിക്കലും ചിരിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? They are very, very good people. They may be able to do, പക്ഷെ they are just forgotten how to smile. And they ചില ആൾക്ക് ഒരിക്കലും ഒരു പ്ലസന്റ് ആയിട്ട് വാക്ക് പറയാൻ പറ്റില്ല. But they may be very good people. I mean, I'm talking about subjectively. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ തീവ്രമായ വികാര വിഷയം, നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന വികാരം എന്ന് പറയുന്നത് റിജക്ഷൻ ആണ്. അപ്പൊ നമ്മളൊരാളെ അടിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നു, ചെറിയ വേദനകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. അതായത് ഞാൻ വളരെ സ്നേഹിച്ചൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിന് പറഞ്ഞു ഐ ഡോണ്ട് കെയർ ഫോർ യു എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കാത്തൊരവസ്ഥ, അതാണ് റിജക്ഷൻ എന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ റിജക്ട് ചെയ്യപ്പെടുന്ന അയാളോട് ചോദിക്കും വൈ ആർ യു നോട്ട് ടോക്കിംഗ് ടു മീ, അയാൾ ഉത്തരം പറയില്ല. ദെൻ ഇറ്റ് നമ്മൾ ഗോ ഓൺ ഗെസ്സിങ്. നോ, അപ്പൊ നമുക്ക് വി കാനോട്ട് ഗെസ് എനിബഡീസ് ഐഡിയാസ്. വൈ പീപ്പിൾ ആർ ബിഹേവിംഗ് ദാറ്റ് വേ, ഇറ്റ് ഈസ് ദെയർ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വേറൊരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ടോട്ടലി. ഇപ്പൊ പേടിപ്പിച്ച് നമുക്കിപ്പോ അധ്യാപകർ കുട്ടികളെ പേടിപ്പിച്ച് ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം പേടിപ്പിച്ച് വേണമെങ്കിൽ കുറച്ചു കാലമൊക്കെ ജീവിക്കാൻ പറ്റും. നമ്മളുടെ മലയാളികൾ പറയാറില്ലേ, കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം ഭർത്താവ് പറയുന്നൊക്കെ ഭാര്യ കേൾക്കും, പിന്നെ ഒരു മാസം ഭാര്യ പറയുന്നൊക്കെ ഭർത്താവ് കേൾക്കും, പിന്നെ അവർ രണ്ടുപേരും പറയുന്നൊക്കെ അയൽവക്കക്കാർ കേൾക്കും. ഇത് നമ്മൾ തമാശയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തികൾ വളരെ നല്ലതാണ്. നമ്മൾ കോൺഫ്ലിക്റ്റുകൾ എടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രധാന പ്രശ്നം പെർസെപ്ഷന്റെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം പെർസെപ്ഷൻ, രണ്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. ഈ രണ്ടിലുമാണ് കോൺഫ്ലിക്റ്റുകൾ മുഴുവൻ ഉണ്ടാവുന്നത്. ഏത് ഫാമിലി കോൺഫ്ലിക്റ്റ് ആയാലും ഇമോഷണൽ, ഇൻഡസ്ട്രിയൽ, പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആയാലും എല്ലാം അവിടെയാണ്. പെർസെപ്ഷൻ ഞാൻ കാണുന്ന പോലെ അല്ല വേറൊരാൾ കാണുന്നത്. ഞാൻ വിചാരിക്കുന്നു എന്റെ പെർസെപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻഡ് ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ആക്യുറേറ്റ് എവിഡൻസ് ബേസ്. മറ്റേ ആൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്ന സംഭാഷണ ശൈലി എല്ലാവർക്കും സ്വീകാര്യമാവണമെന്നില്ല. ഞാൻ പഠിച്ചത് എനിക്ക് രീതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ പെർസെപ്ഷനിൽ റപ്ചർ, ഡിസ്റ്റോർഷൻ വരാം എന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം. നോബഡി ഹാസ് എ ഫുൾ കപ്പാസിറ്റി ഓഫ് ഓൾ ദ നോളജ് അവൈലബിൾ ടുഡേ. ആൻഡ് എന്റെ പെർസെപ്ഷൻ തെറ്റിപ്പോകാം, ബിക്കോസ് ഐ എം എ ജസ്റ്റ് ഓർഡിനറി ഹ്യൂമൻ ബീങ്, ഐ എം എ ഫാലിബിൾ ഹ്യൂമൻ ബീങ്. രണ്ട്, എന്റെ സംഭാഷണ രീതി ഞാൻ പഠിച്ചതാണ്, പക്ഷെ അതിനകത്തും പോരായ്മകൾ വരാം. അപ്പൊ അതെന്താണെന്ന് പഠിക്കണമെങ്കിൽ ഐ നീഡ് ടു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ. ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണ് അങ്ങനെ വേണ്ടത്. ഒന്നോ രണ്ടോ ആളോടെങ്കിലും എനിക്ക് തുറന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ എന്റെ പല ബലഹീനതകളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ വൾണറബിലിറ്റി ആക്ച്വലി ഈസ് എ അസെറ്റ്. നമ്മൾ പറയും വൾണറബിലിറ്റി വളരെ മോശമാണ്, അതുകൊണ്ടാണ് നമ്മൾ ആരോടും പറയാത്തത്. പക്ഷെ വൾണറബിലിറ്റി അസെറ്റ്. കാരണം നമ്മളെ ജീവിതത്തിലെ പല അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് നമ്മളുടെ വൾണറബിലിറ്റിയാണ്. ചില പേടികള്, ചില അസ്വസ്ഥതകള്, ചില സാഹചര്യം നമുക്ക് ഇടവരാൻ പറ്റാത്തത്, ഇതെല്ലാം വൾണറബിലിറ്റിയാണ്. ബട്ട് ദീസ് ആർ തിങ്സ് വെരി യൂസ്ഫുൾ ഫോർ us ടു സർവൈവ് ഇൻ ദിസ് വേൾഡ്. നമുക്കൊരു പേടിയില്ലാത്തവർ റോഡിന്റെ നടുക്കകൂടെ പോയി കഴിഞ്ഞാൽ JCB ഒന്ന് ഇടിച്ച് നമ്മൾ മരിച്ചു പോകും. അതാണ് കാര്യം. സോ പേടി മനുഷ്യന് ആവശ്യമാണ്. പക്ഷെ പേടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഫോബിയ. അപ്പം ഫോബിയ ഉള്ള ആളുകളോട് നമ്മൾ എത്ര ഉപദേശിച്ചുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ പാരനോയ പോലെയുള്ള മാനസിക രോഗമുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ടോ കൗൺസിലിങ്ങോ സൈക്കോതെറാപ്പിയോ ഉപയോഗമില്ല. അവർക്ക് മരുന്ന് കഴിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. അവിടെ നമുക്ക് ഇൻസൈറ്റ് കൊടുക്കാം, അവയർനെസ് ഡെവലപ്പ് ചെയ്യാം. സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള വിശകലനമാണ്. അതിന്റെ ചില പാറ്റേൺസ് അയാളെ ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുവഴിയായിട്ട് മരുന്നില്ലാതെ നമുക്ക് മാറ്റം. തിങ്കിങ് ലെവലിലുള്ള ഡിസ്റ്റോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റും. TA ട്രാൻസാക്ഷൻ അനാലിസിസും REBT ഒക്കെ അതാ ചെയ്യുന്നത്. അതേസമയം വൈകാരിക തീവ്രതയാണ് അവരുടെ പ്രശ്നമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഗസ്റ്റാൾട്ട് മെത്തഡാണ്. ഗസ്റ്റാൾട്ട് കോൺഫിഗറേഷനെ പറ്റി ഫ്രിറ്റ്സ് പേളിന്റെ അതാണ് ഇമോട്ടി തെറപ്പി. അല്ലെങ്കിൽ കാൾ റോജേഴ്സിന്റെ നോൺ ഡിറക്റ്റീവ് മെത്തേഡ്സ്, അതും ഈ ഇമോഷനെയാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പർട്ടിക്കുലർ ബിഹേവിയറിൽ നമുക്ക് പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് എനിക്കൊരിക്കലും നോ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറയും, then I feel very bad. ആളുകൾ എന്ത് ചോദിച്ചാലും ഞാൻ അതിനോട് ആളുകളെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള അപ്പൊ ഇതെല്ലാം ഈ ബിഹേവിയറിൽ നടന്നതാണ്. അപ്പൊ ഇതെല്ലാം മാറ്റണമെങ്കിൽ ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഈ നമ്മളുടെ വ്യക്തിയുടെ നമ്മളുടെ ഒന്ന് ഉൾക്കാഴ്ചകൾ നേടുക, രണ്ട് നമ്മളുടെ ലെവൽ ഓഫ് അവരുടെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം, അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ധാരാളം ഉണ്ട്. ഇത് ആത്മാഭിമാനം കുറഞ്ഞവർ തീരുമാനം എടുക്കില്ല. അതാണ് തീരുമാനം എടുക്കാത്ത ആളുകൾക്ക് നമുക്കറിയാം സെൽഫ് എസ്റ്റീം കുറവാണ്. ചിലപ്പോൾ നമ്മളൊരു പൊസിഷനാണ്, അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ തീരുമാനം എടുക്കാൻ നിവൃത്തിയില്ല. പക്ഷെ തീരുമാനം എടുത്താലും ഇവർ നടപ്പിലാക്കില്ല. ദേ വിൽ ബി ഓൾവേസ് അഫ്രെയ്ഡ്. അല്ലെങ്കിൽ അവർക്ക് ഉള്ള വേറൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അവർ ഡൗൺ ആയി പോകും. അപ്പൊ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്, നമ്മൾ പറയാണ് നന്നായിരുന്നു, ദേ ആർ ഹാപ്പി. പക്ഷെ ഒന്നോ രണ്ടോ പേര് നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു വേണ്ട, ഞങ്ങൾ പ്രതീക്ഷിച്ച് വേറെ ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം കുറഞ്ഞാണെങ്കിൽ ഡൗൺ ആയി പോകും. പിന്നെ പറയും എന്നെ ഇനി ഞാൻ നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് പറയും. അപ്പൊ അതാണ് ചില ആൾ ഒരു പ്രാവശ്യം ചെയ്ത് അതിന് പോരായ്മ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രസംഗിക്കുമ്പോൾ പാട്ട് പാടുമ്പോഴൊക്കെ സംഭവിക്കും. കുട്ടികളായിരിക്കുമേ ഈ പ്രസംഗിക്കുന്ന ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന ആളുകളെ കളിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും പ്രസംഗിക്കില്ല. അല്ലെങ്കിൽ പാട്ട് പാടുന്ന സമയത്ത് ഇത് എന്തൊരു പാട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ടാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ ഓൾ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ബീൻ ഹൈലി ക്രിട്ടിസൈസ്ഡ് ടു അഫക്ട് us. ദാറ്റ് ഹാപ്പൻ ഇൻ അവർ ചൈൽഡ്ഹുഡ്. നമുക്ക് മെമ്മറിയിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള പല വികൃതികളും വളരെ നല്ലതാണ് വളർച്ചയ്ക്ക്, പക്ഷെ പേരൻസിന് അത് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് അടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വികാരം മനസ്സിലാകാത്തത്. എന്തെങ്കിലും വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേരൻസ് തല്ലും, കാരണം അവർക്ക് അത് സ്വീകാര്യമല്ല. നമ്മൾ 6 വയസ്സൊരു കുട്ടിക്ക് മനസ്സിലാക്കേണ്ടത് അവർക്ക് ശരി തെറ്റുന്ന ഒരു ധാരണയേ ഇല്ല. ദ ചൈൽഡ് ഈസ് റെസ്പോണ്ടിങ് ഓൺ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ്. നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് വീണ്ടും ചെയ്യും. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യില്ല. അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ല, പേടിയുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പല പേടികളും ഈ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതിന്റെ റൂട്ട് അവിടെയാണ്.
അതിനെപ്പറ്റി ഒരു ഇൻസൈറ്റ് കിട്ടി കഴിഞ്ഞാൽ മനുഷ്യന്റെ മിക്കവാറും എല്ലാ പേടികളും മാറ്റാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഐ തിങ്ക് ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ആയി. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ഈസ് ഇറ്റ് ഓക്കെ വിത്ത് യു? ടൈം ഇനിയുണ്ട്. ഓക്കെ സാറേ, ഓക്കെ. എനിക്ക് ഒരു ടൈം സംശയം ചോദിക്കാനുണ്ട്. ആയിട്ടില്ല കേട്ടോ. ടൈം ഒന്നും ആയിട്ടില്ല. ഇല്ല, 8 മണിന്നല്ലേ പറഞ്ഞത്? 8 മണി അതെ, പറഞ്ഞോളെ. ഓക്കെ, എനിബഡി എൽസ്? ഒരു സംശയം ചോദിക്കാം. ചോദിക്കൂ, സംശയം ചോദിച്ചോളൂ. അൺമ്യൂട്ട് എന്റെ ചെയ്ത്. എൻ്റെ പേര് നസീർ ഖാൻ സാഹിബ് എന്നാണ്. ഓക്കെ. മണി ടെക് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും മണി ടെക് അക്കാഡമി ഒക്കെ നടത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ ഒക്കെയാണ്. ഞാൻ ഇങ്ങനെ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ കേട്ടപ്പോൾ എനിക്ക് ഇതിനകത്തൊരു അവയർനെസ് വന്നു. എനിക്ക് ഇതിനകത്തൊരു അവയർനെസ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഫാദർ പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു അവയർനെസ് വന്നത്, എന്നെ ടച്ച് ചെയ്ത, എല്ലാവർക്കും എല്ലാ പോയിന്റും ടച്ച് ചെയ്യണമെന്നില്ല, എന്നെ ടച്ച് ചെയ്തൊരു പോയിന്റ്, അതായത് പിന്നെ നമ്മൾ ഈ ജിജ്ഞാസയെക്കുറിച്ചാണ്. ഈഗർനെസ് എഡ്യൂക്കേഷനിൽ വേണം, പക്ഷേ സോഷ്യൽ കാര്യങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞു. അതിനെ ഒരു വല്ലാത്ത ഒരു അവബോധം വളർത്തി. അപ്പോൾ അതിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ചേക്കോളാം. കാരണം ഈ നമ്മൾ പലപ്പോഴും ഈഗർനെസ് നമുക്ക് ഇത് തമ്മിൽ പലപ്പോഴും കൺഫ്യൂഷൻ ആയിപ്പോടാ. പലരും നമ്മളെ പറയുക മറ്റേ കുത്തി ചോദിക്കരുത്, അത് സോഷ്യൽ തെറ്റാണ്. പക്ഷെ അത് നമ്മുടെ എഡ്യൂക്കേഷനിലും ചിലപ്പോൾ അത് ബാധിക്കും. ആൾക്കാർ അവിടെ ഈഗർനെസ് ആകാവും. അപ്പോൾ അതൊരു വലിയ തിരിച്ചറിവാണ്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ അതിനൊരു വിവിധ തലങ്ങളുണ്ടെങ്കിൽ ആ തലങ്ങൾ, കാരണം ചില കാര്യങ്ങളൊക്കെ സോഷ്യലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും വേണം. നമ്മളെ ഭരിക്കുന്നവരാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവർ ചെയ്യുന്ന ശരി, അങ്ങനെ ഒരു സംഗതി കൂടെ ഉണ്ടല്ലോ. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു ലൈഫ് സ്കില്ലുമായിട്ട് പറയുന്നത് ക്രിട്ടിക്കൽ അവയർനെസ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. അതായത് നമ്മളൊരു ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥമായിട്ട് അതിന്റെ അർത്ഥം എന്താണ്. പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത വരും. അപ്പൊ നമ്മൾ ചോദിക്കണം. അതേസമയം വ്യക്തിഗതമായിട്ട് ചോദിക്കാതിരിക്കാൻ പഠിക്കണം. ഇപ്പൊ നമ്മൾ ഒരു അയാളുടെ ചിലപ്പോൾ അയാളുടെ ജീവിതത്തിലെ എക്സാമ്പിൾ പറയും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ആവശ്യമില്ലാത്തൊരു ചോദ്യം ചിലപ്പോൾ, നിങ്ങൾ ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമ്പോൾ നേരത്തെ അങ്ങനെയായിരുന്നോ? ഉദാഹരണത്തിന് ഞാൻ ഓർക്കുന്നത്, ഒരാള് പറഞ്ഞു ഇങ്ങനെ ഈ ഫിജിഡിറ്റി ഉണ്ടാവുന്നു, അതുകൊണ്ട് സെക്സ് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ വേറൊരാൾ ചോദിക്കാള്, നിങ്ങൾക്ക് പണ്ട് പോലെ ഉള്ളതാണോ ഈ പ്രശ്നം എന്ന് ചോദിച്ചു. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? അപ്പൊ ഇങ്ങനെയുള്ള, അപ്പൊ അതായത് ഈ അതിന്റെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം. അത് അയാൾ തുറന്നു പറയുകയാണെങ്കിൽ ചോദിക്കാം. പക്ഷെ കൗൺസിലിംഗിൽ ചിലപ്പോൾ ആവശ്യമായിട്ടും ചില കാര്യങ്ങളിൽ, പക്ഷെ ഞാൻ പറഞ്ഞ പബ്ലിക് ലൈഫിലെ കാര്യത്തിലാണ്, പബ്ലിക് ലൈഫിലാണ്. പക്ഷെ ഈ നമ്മുടെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ, ഇപ്പൊ ഒരു ഓട്ടോറിക്ഷക്കാരൻ നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ പോലും, ഇപ്പൊ നമ്മളൊരു 50 രൂപ ഉള്ളിടത്ത് അയാൾ 100 രൂപ ചോദിക്കുന്നു, നമ്മൾ ദേഷ്യപ്പെട്ട് കൊടുക്കും അല്ലേ? നമുക്ക് വേറെ വഴിയില്ല. പക്ഷെ നമ്മൾ വി ആർ ആംഗ്രി അറ്റ് ദാറ്റ് ലെവൽ. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ടൊരു ചിന്ത പോകുന്നത് എന്താ, ഈ ഓട്ടോറിക്ഷക്കാരെ ഒറ്റണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ സത്യസന്ധരല്ല, എന്നൊരു ജനറൽ നോളജ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. പക്ഷെ വാസ്തവത ശരിയല്ല. എത്രയോ നല്ല ഓട്ടോറിക്ഷക്കാരുണ്ട്. കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ നല്ല ഓട്ടോറിക്ഷക്കാരെ കണ്ടിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്ത് നമുക്കുണ്ട്. അപ്പം നമ്മൾ ജനറലൈസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴും ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണ്. അപ്പം ഒരിക്കലും ജനറലൈസ് ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മളോട് ഒരാളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നു, ആള് ഒരു ദിവസം നമ്മളോട് ഗ്രീറ്റ് ചെയ്യുന്നില്ല, ഉടനെ നമ്മുടെ മനസ്സിൽ എന്തോന്നും, എന്നോട് അയാൾക്ക് എന്തോ വിരോധം ഉണ്ടെന്ന് തോന്നും അല്ലേ? അപ്പൊ നമ്മള് ഒന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തോന്നുകയും ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, വേറെ ആരോടും ചോദിക്കും, ഇന്ന ആളെ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. അതൊരു സംഭവമാണ്. കാരണം നമുക്ക് ഈഗർനെസ് വരും. അത് കാരണം എന്നും നമ്മളൊരു സുഹൃത്ത്, ഞാനും ഫാദറുമായിട്ട് നല്ല സുഹൃത്താണ്. പക്ഷെ എന്നും എന്നെ കാണുമ്പോൾ വിഷ് ചെയ്യും. അപ്പൊ ഇന്ന് വിഷ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ എന്റെ പെരുമാറ്റത്തിലോ ഇല്ലെങ്കിൽ പെരുമാറ്റത്തിലോ അത് വിചാരിക്കും. പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോ. അതായത് ഈ സെൽഫ് എസ്റ്റീം ആണ് അവിടെ മനസ്സിലാകുന്നത്. എന്റെ സെൽഫ് എസ്റ്റീം നല്ലതാണെങ്കിൽ, ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെ തീരുമാനം എടുക്കരുത്. ഞാൻ ചോദിക്കും, വൈകുന്നേരം ചോദിക്കും, അത് അല്ലെങ്കിൽ ഒരു വാട്സപ്പ്, ഞാൻ എവറി ഡേ യു ഗ്രീറ്റ് മീ, ടുഡേ ഇന്ന് ഗ്രീറ്റ് ചെയ്തില്ലോ, ഇസ് ദർ എനി ഡിഫിക്കൽട്ടി? എന്റെ പ്രശ്നമാണോന്ന് അല്ല ഞാൻ ചോദിക്കുക, എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ? അപ്പൊ പറയും ഇല്ല, ഇറ്റ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം, ഇറ്റ് ഈസ് മൈ പ്രോബ്ലം. ഞാനിന്ന് വളരെ ആംഗ്രി ആയിരുന്നു, അല്ലെങ്കിൽ അപ്സെറ്റ് ആയിരുന്നു, ഒരു ഇഷ്യൂ ഉണ്ട്. ഉടനെ നമ്മൾ ചോദിക്കുക എന്താ ഇഷ്യൂ എന്ന് പറയാമോ ചോദിക്കുകയും ചെയ്യാൻ പാടില്ല. സി ദിസ് ഈസ് ദ വേ ലെവൽ. അപ്പൊ നമ്മള് ഈ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുടുംബജീവിതത്തിലും നമ്മളുടെ കുട്ടികളുടെ ജീവിതത്തിലും ഒക്കെ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ, ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. മനുഷ്യന്റെ ഒരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ നമ്മൾ അനാവശ്യമായിട്ട് കൈകടത്തില്ല.
പക്ഷേ വി വിൽ ഓൾവേസ് ഓഫർ ഹെൽപ്പ്. അപ്പൊ നമുക്ക് ഒരാൾക്ക് സഹായം വേണം, നമുക്ക് കൊടുക്കാൻ കഴിയുന്നറിയാം, നമ്മൾ ഓഫർ ചെയ്യുന്നു. അയാൾ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ഇല്ലില്ല നിങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അപകടമാണെന്ന് പറഞ്ഞാലോ അയാൾ നമ്മൾ ചീത്ത പറയും പിന്നീട്. പക്ഷേ വി ഓഫർ ഹെൽപ്പ് ബട്ട് ഡോണ്ട് ഇൻസിസ്റ്റ്. അതാണ് നമ്മളുടെ അപ്രോച്ച്. അപ്പൊ വി വാണ്ട് ടു ബി ഹാപ്പി, ബട്ട് വി ഓൾസോ വാണ്ട് അതേഴ്സ് ടു ബി ഹാപ്പി. And we think that we are capable. We also think that others are also equally capable. No? അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് ഈ ഇൻസൈറ്റ് നമുക്ക് വളർത്താൻ പറ്റുക. താങ്ക് യു ഫാദർ, താങ്ക് യു. എനിക്ക് അതിനകത്ത് ഒരു നല്ലൊരു വ്യക്തത കിട്ടി ഇന്നത്തെ എന്റെ സാറുണ്ടല്ലോ. ഓക്കെ, പുസ്തകത്തിന്റെ പേര് പറഞ്ഞായിരുന്നു, പെഡഗോഗി ഓഫ് ദ ഓപ്രസ്ഡ്. അത് എന്റെ ഓതറുടെ പേര് പൗലോ ഫ്രെയർ. പൗലോ PAULO, പൗലോ FREIRE, പൗലോ ഫ്രെയർ. അത് പെൻഗ്വിൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പെൻഗ്വിൻ ചെറിയ പുസ്തകം, ഒരു 100 പേജേ ഉള്ളൂ. അതിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ഉണ്ട്, മർദ്ദിതരുടെ ബോധനശാസ്ത്രം. അത് കോഴിക്കോട് ഏതൊരു പബ്ലിഷേഴ്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്റർനെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. മർദ്ദിതരുടെ ബോധനശാസ്ത്രം മലയാളം, പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ഇംഗ്ലീഷ്. അദ്ദേഹത്തിന് വേറെ നല്ലൊരു പുസ്തകമുണ്ട്, കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം. കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം, അതായത് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി എ കൾച്ചറൽ ആക്ഷൻ, നോട്ട് എ സോഷ്യൽ ഇക്കണോമിക് ആക്ഷൻ. നമ്മളുടെ കമ്മ്യൂണിസത്തിന്റെ ഒരു സോക്കോൾഡ് ഫെയിലിയറിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇപ്പൊ നമുക്കറിയാലോ, 1960 ലോകത്തിലെ 1/3 വേൾഡ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അത് ഫെയിലിയർ ആയെന്ന് അവര് പറയുന്നു, ഞാൻ പറയുന്നതല്ല. അതിന് കാരണം ഈ ഒരു കൾച്ചറൽ ഡയമെൻഷൻ ഉൾക്കൊള്ളാം. അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്ന ഒരു ഫേമസ് കാൾ മാർക്സിന്റെ ഒരു ശിഷ്യനാണ് അത് അവതരിപ്പിച്ചത് തന്നെ, കൾച്ചറൽ അനാലിസിസ്. സോഷ്യോ ഇക്കണോമിക് അനാലിസിസ് ആയിരുന്നു ക്ലാസിക്കൽ മാർക്സിസം ഉപയോഗിച്ചിട്ടുള്ളത്. സാമ്പത്തിക നില മാറിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വില മാറുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അത് മാറിയിട്ടില്ല. കാരണം നമ്മുടെ പല പെരുമാറ്റവും നമ്മുടെ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന, നമ്മുടെ സംസ്കാരത്തിൽ പറയില്ല ഇന്ന രീതി ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ ഇന്ന ചെയ്യാവൂ, അന്നത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ സംസ്കാരത്തിലാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. ചോദ്യം ചെയ്യുന്നുള്ളത് വളരെ ആവശ്യമാണ്. ചോദ്യം ചെയ്ത് നല്ലതാണ്, നമ്മൾ സ്വീകരിക്കും. ചോദ്യം ചെയ്യുന്ന ഒരു മെത്തേഡിന്റെ ഭാഗത്താണ്. ഇറ്റ്സ് എ മെത്തഡോളജി ബൈ വിച്ച് ഈ PhD ഒക്കെ ചെയ്യുമ്പോഴും ഇതിന്റെ ഒരു ആവശ്യമുണ്ട്. കാരണം ഒരു തിയറി ബിൽഡിങ്ങിനാണ് PhD ചെയ്യുന്നത്. അതായത് PhDയുടെ ഒരു ആവശ്യം അതാണല്ലോ. മറ്റുള്ളവർ പറഞ്ഞത് വീണ്ടും പറയാനുണ്ട്. ഏതെങ്കിലും ഉള്ള എക്സിസ്റ്റിംഗ് തിയറിയെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ആ ചലഞ്ച് ചെയ്യുകയും ഒരു മാറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ തിയറി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടും ജീവിത രീതിയിലും സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ ഇത് വളരെ ആവശ്യമാണ്. അതായത് അതുകൊണ്ട് നമ്മുടെ ഡെമോക്രാറ്റിക് വേൾഡിൽ നമ്മൾ എന്തൊരു അസ്വസ്ഥത ആയിരിക്കുന്നു അല്ലേ? നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് വേൾഡ് അല്ലേ, രാജ്യമല്ലേ? പക്ഷെ നമ്മുടെ ആളുകൾ അസ്വസ്ഥരല്ലേ? അതുകൊണ്ടാണ് ഇത്ര അസ്വസ്ഥത ഉണ്ടാകുന്നത്. Democracy is a level that everybody has a certain freedom, certain acceptance, they have freedom to express. അതൊന്നും തിയറിയിൽ ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആ അസ്വസ്ഥത ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൾച്ചറൽ റിഫ്ലക്ഷൻ ആവശ്യമാണ് നമുക്ക്. താങ്ക് യു സിം സാർ. അച്ഛോ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സെൽഫ് അവയർനെസിനെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ പത്തോളജിക്കലായിട്ടുള്ള ലെവലിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ക്ലിനിക്കലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ പലർക്കും സെൽഫ് അവയർനെസ് ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊരു ജ്ഞാനം അവർക്ക് തന്നെ ഇല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്താണ് അച്ഛൻ്റെ നിർദ്ദേശം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സെൽഫ് അവയർനെസ് ഉണ്ടാകണമെങ്കിൽ ആള് അതർവൈസ് നോർമൽ ആയിരിക്കണം. ഒരു അബ്നോർമൽ ആൾക്ക് സെൽഫ് അവയർനെസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അയാളുടെ ബുദ്ധിയിൽ ഡിസ്റ്റോർഷൻ വരുന്നതാണല്ലോ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണല്ലോ. അപ്പൊ നമ്മൾ ആ തെറപ്പിയുടെ ഭാഗമായിട്ട് ഇതിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു കിട്ടുന്നതിലൊരു 70 to 80% ആൾ അതർവൈസ് നോർമൽ ആണല്ലോ. അതായത് ഭയങ്കര ദേഷ്യമോ ഭയങ്കര പേടി വരുമ്പോഴോ മാത്രമേ നമ്മൾ അബ്നോർമൽ ആവുന്നുള്ളൂ സാധാരണ ആളുകൾ. ഈ രണ്ട് കാര്യം തീവ്രമായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ അബ്നോർമൽ ആണ് ഫോർ എ ഷോർട്ട് ടൈം. പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ദേഷ്യമുള്ള ആളുടെ അടുത്ത് ഒരിക്കലും അടുത്ത് പോകാൻ പാടില്ല. നമ്മൾ ഫ്രണ്ടാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതിന് ചിലപ്പോൾ തലയ്ക്ക് അടിച്ചു കളയും. കാരണം അയാൾ അബ്നോർമൽ ആണ് ആ നേരത്ത്. അപ്പം ഈ പാത്തലോജിക്കൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ ഡിസ്റ്റോർഷൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അവരെ ഈ നോർമൽ ലെവലിലേക്ക് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും പറ്റുന്ന അവസ്ഥയിലേക്ക് മാത്രമേ അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത, എൻ്റെ വികാരം, എൻ്റെ പെരുമാറ്റം, ഇതിന് മൂന്നിനെയും ഞാൻ വിശകലനം ചെയ്യാൻ ഞാൻ പഠിക്കും, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കും, സമഗ്രം. അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. താങ്ക് യു.
ഫാദർ അവയർനെസ്സിന് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഫാദർ? ഇൻവെന്ററി എന്തെങ്കിലും ഉണ്ടോ സെൽഫ് അവയർനെസ്സിന്? അവയർനെസ്സിന് നമുക്ക് ഞാൻ ഈ പറയുന്ന പോലെ ഈ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ വ്യക്തിയിൽ ഉണ്ടാകുന്ന ലെവൽ നമുക്ക് പറയാൻ പറ്റില്ല. കോമൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്യാൻ പറ്റില്ല. വാല്യൂ ഓറിയന്റേഷൻ ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അവയർനെസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ. എത്ര ലെവൽ, എത്ര പെർസെൻറ്റേജ് അവയർനെസ് ഉണ്ട്. പക്ഷെ ഈ പെരുമാറ്റത്തിൽ ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ഉദാഹരണത്തിന് പേഴ്സൺ ഈസ് വെരി കോൺഫിഡൻറ്റ്, a person is not distracted or destroyed even a negative comments, a person is spontaneously able to speak to others. ഇതെല്ലാം പോസിറ്റീവ് സെൽഫ് എസ്റ്റീമിന്റെ ലക്ഷണമാണ്. സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്ക് അവയർനെസ്സുമായിട്ടാണ് ഇത് സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അധ്യാഭ്യാസം ഉള്ളതുകൊണ്ട് സെൽഫ് എസ്റ്റീം ഉണ്ടാവണമെന്നില്ല. അപ്പൊ എനിക്ക് എല്ലാവർക്കും, എനിക്ക് എല്ലാ മനുഷ്യരുടെ വികാരമുണ്ട്. സാധാരണ മനുഷ്യരെ ഞാൻ ചില വികാരങ്ങൾ തീവ്രമായിട്ട് വരുന്നു, ചിലത് തീവ്രമായിട്ട് വരുന്നില്ല. അതിനൊരു ചൈൽഡ്ഹുഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിനെപ്പറ്റി എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടും, അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ആളോട് ബന്ധപ്പെടാൻ എളുപ്പമായിരിക്കും. എനിക്ക് എൻ്റെ എനർജി കൂടും, ഫിസിക്കൽ എനർജി, സൈക്കിക് എനർജി കൂടുതലായിരിക്കും. പെട്ടെന്ന് തളർന്നു പോവില്ല. ആരെങ്കിലും ഒപ്പോസ് ചെയ്താലോ കോൺഫ്ലിക്റ്റിൽ ചെന്ന് പെട്ടാലോ ഒന്നും തളർന്നു പോവില്ല. Okay, Father, thank you. Father. Yes. Okay, ചോദിച്ചോളൂ. ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഡിസ്ട്രാക്ഷൻ ഒത്തിരി വരുന്നു. അപ്പൊ നമ്മള് അൺറിലേറ്റഡ് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയും ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ചേരം വായിച്ച് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ മേലേക്ക് വായിച്ചു വേണ്ട കണ്ടന്റ് റിട്ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ അതിന് എന്താണ് ആദ്യം നമ്മളോ ആയാലും സ്റ്റുഡൻസ് ആയാലും പറയുന്നു കൊടുക്കുന്നത്, നമ്മുടെ ചിന്ത എപ്പോഴും കോൺഷ്യസ് അല്ല. ഡിസ്ട്രാക്ഷൻ ഈസ് പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് എന്താ വാസ്തവത്തിൽ വേർഡ്സ് ആൻഡ് ഇമേജസ് ആണ്. മനസ്സിലായി? ഇത് രണ്ടുമാണ് ഈ ചിന്തയുടെ സബ്ജക്ട് മാറ്റർ. നമ്മൾ ഒരാളെ പറ്റി ഓർക്കുമ്പോൾ ഇമേജ് വരും, എന്തെങ്കിലും കോൺസെപ്റ്റ് ആണെങ്കിൽ വാക്കുകൾ വരും, കോൺസെപ്റ്റ് വരും. ഇത് കോൺഷ്യസ് ആവാം, നോട്ട് കോൺഷ്യസ് ആവാം. അപ്പൊ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പോലെയാണ്. അതായത് നമ്മളൊരു മങ്കിയെ കെട്ടിയിട്ടില്ലെങ്കിൽ അത് ചാടി നടക്കൂലേ, അതുപോലെയാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ അല്ല. ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു, നമുക്ക് ദേഷ്യം തോന്നി, സങ്കടം തോന്നി, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അദ്ദേഹം അത് ഉദ്ദേശിച്ച് കാണില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ സമാധാനം തോന്നും. ഉറങ്ങുമ്പോഴാണ് അത് പ്രത്യേകം നമ്മൾ അറിയേണ്ടത്. ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മൾ പറയും അയ്യോ അങ്ങനെ ചിലപ്പോൾ അദ്ദേഹം അത്ര ഉദ്ദേശിച്ച് കാണില്ല, അപ്പൊ നമ്മൾ ഉറങ്ങാൻ തോന്നും. എന്നാലും അയാൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് നമ്മൾ പറയും. ഇതാണ് 6 റാങ്ക് ലെവലിലാണ് തിങ്കിങ് പോകുന്നത്. അപ്പൊ ഇത് മാറാനായിട്ട് ഏറ്റവും നല്ലത് ആദ്യം ഈ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അതായത് ഡിസ്ട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. അതായത് ഈ രണ്ടെണ്ണം ഉണ്ട് എന്ന് അറിഞ്ഞാൽ അതിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഡിസ്ട്രാക്ഷൻ ഉള്ള നിമിഷത്തിൽ നമ്മൾ സ്റ്റോപ്പ് റീഡിങ് ആൻഡ് ടേക്ക് ഡീപ് ബ്രെത്ത്. അങ്ങനെ 3-4 പ്രാവശ്യം ബ്രീത് ചെയ്യുക, ഡീപ് ബ്രീതിങ്. അപ്പൊ ഡീപ് ബ്രീത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ബ്രെത്ത് ഈ ഡയഫ്രത്തിലേക്ക്, വയറിലേക്ക് ചെല്ലണം. പലപ്പോഴും നമ്മൾ ബ്രീത് ചെയ്യുന്നത് ലങ്സിൽ മാത്രമേ പോകുന്നുള്ളൂ, ലങ്സിൽ മാത്രമേ എത്തുള്ളൂ. പക്ഷെ അതിങ്ങനെ ഡീപ്പായിട്ട് ബ്രീത് ചെയ്യണം. ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഡിസ്ട്രാക്ഷൻ മാറും. അതൊന്ന്. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് ഒരു റോഡിലൂടെ നമ്മൾ നോക്കുക. അപ്പൊ ഇങ്ങനെ റോഡ് ഇങ്ങനെ എത്രമാത്രം ദൂരം കാണാമോ നോക്കുക. ഒരു സമയത്ത് അത് കൺവേർജ് ചെയ്യും ഒരു പോയിന്റിലേക്ക്. ആ ലെവലിൽ എത്തുന്നവരെ ഇങ്ങനെ നോക്കുക. അപ്പൊ മനസ്സിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. അതല്ലെങ്കിൽ ഒരു വിളക്കെല്ലാം ലൈറ്റ് അണച്ചിട്ട് ഒരു തിരി കത്തിച്ചു വയ്ക്കുക. എന്നിട്ട് ആ തിരിയിൽ മാത്രം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. പറയാം ഒരുപാട് നേരം, മണിക്കൂറല്ല, ഒരു ഫ്യൂ മിനിറ്റ്സ്. അങ്ങനെ ഫ്യൂ മിനിറ്റ്സ് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കും. അപ്പൊ ഇങ്ങനെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡിസ്ട്രാക്ഷനെ അവോയ്ഡ് ചെയ്യാൻ പറ്റൂ. ദീസ് ആർ ദ നമ്പർ ഓഫ് ടെക്നിക്സ്. ഫാദർ, നമ്മുടെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ ആണല്ലോ നമുക്ക് വളരെയധികം പ്രശ്നങ്ങളുള്ളത്. അവർക്ക് ഈ സെൽഫ് അവയർനെസ് എന്നുള്ള ഒരു കാര്യം എത്രത്തോളം നമുക്ക് അവെയറാക്കാൻ പറ്റും? അതായത് ഈ കുട്ടികൾക്ക് അവരുടെ ചിന്തയും വികാരവും പെരുമാറ്റം തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് അവർ പറയുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്ന് പറയാണ്, എനിക്ക് അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു, എന്നെ അടിക്കുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നില്ല. അധ്യാപകനോട് പറയാം ഞാൻ വീട്ടിൽ പോവില്ല. അപ്പൊ എന്താ കുറച്ചുകൂടി ഡീറ്റെയിൽ പറയും, ഇനി അച്ഛൻ എൻ്റെ അമ്മയെ ദ്രോഹിക്കും, അടിക്കും, എൻ്റെ സിസ്റ്ററിനെ വഴക്ക് പറയും, എനിക്ക് ഒരു അസഹനീയതയുണ്ട്. അപ്പൊ ഈ കുട്ടി പറയുന്നതെല്ലാം ഒരു ഫാക്ച്വൽ ഡേറ്റയാണ്.
കുട്ടിയുടെ വികാരം എന്താണെന്ന് അറിയില്ല. നമ്മൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് എന്ത് വികാരം ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുക. ദേഷ്യം ഉണ്ടെന്നല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഇതൊക്കെ സംഭവിക്കുമ്പോ ദേഷ്യം ഉണ്ടല്ലേ എന്ന് ചോദിച്ചാൽ കുട്ടി പറയാണ് എനിക്ക് ദേഷ്യമല്ല, എനിക്ക് സങ്കടമാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൗൺസിലർ നിലയിൽ നമ്മുടെ പെർസെപ്ഷൻ ഓഫ് ദാറ്റ് ക്ലയൻസ് ഇമോഷൻ ഈസ് റോങ്. അങ്ങനെ സംഭവിക്കാം. അപ്പൊ കാരണം എന്താ വെച്ചാൽ നമുക്ക് ആരുടെയും വികാരത്തെ എക്സാക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അപ്പൊ സങ്കടമാണല്ലേ, അപ്പൊ സങ്കടം വന്നുമ്പോ എന്താ സംഭവിക്കുക, നിനക്ക് എന്ത് പറ്റും? ഇമ്മീഡിയറ്റ്ലി ബിഹേവിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. ബിഹേവിയർ എന്താണ്? എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറി കയറി വാലടച്ചിരിക്കും. അങ്ങനെ കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ അപ്പൊ ഏത് ബിഹേവിയറിലും ചില ഇമോഷണൽ കണ്ടന്റ് ബിഹൈൻഡ് ഉണ്ട്. ആ ബിഹേവിയറിനെ അനലൈസ് ചെയ്യാൻ പഠിച്ചാൽ മതി. അപ്പൊ അയാളുടെ ചിന്തയും വികാരത്തെയും അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടിക്ക് സാധിക്കില്ല ആ പ്രായത്തിൽ. അതേസമയം ബിഹേവിയർ പറയാൻ പറ്റും. നീ ഇങ്ങനെ ഫോൺ വന്നപ്പോൾ TV-യിലെ സ്വരം ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെ സംഭവിക്കാം. അപ്പൊ പറയും അത് ഇങ്ങനെ കുറച്ചാലേ ഇല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് സാധാരണ എന്ത് പറ്റും? കുട്ടിയോട് നമ്മൾ കുറയ്ക്കാൻ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നമ്മൾ പോയി അടിക്കും അല്ലേ? അതല്ലെങ്കിൽ ആ TV ഒക്കെ ഓഫ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക. കാരണം നമുക്ക് ദേഷ്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ കുട്ടികള് മാതാപിതാക്കള് അല്ലെങ്കിൽ അധ്യാപകർ ശിക്ഷിക്കുന്നത് കുട്ടി തെറ്റിയതുകൊണ്ട് മാത്രമല്ല, ആ സമയത്ത് ആ വികാരത്തെ ഡീൽ ചെയ്യാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ്. ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഈസ് ഓൾവേസ് എ സൈൻ ഓഫ് അവർ ഇൻഎബിലിറ്റി ടു കോപ്പ് വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. അത് നമുക്ക് അന്നേരം അറിയില്ല. നമ്മുടെ പേരൻസ് വിചാരിക്കുന്നത് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന പിന്നെ അവൻ ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പൻ. പക്ഷെ അങ്ങനെയാണ്. അപ്പൊ ആ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ നടത്തിയാണ് നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ ബിഹേവിയറിൽ മറ്റും നമുക്ക് ഓപ്ഷൻ കൊടുക്കണം. ഒരു ബിഹേവിയർ കാണിച്ചിട്ട് വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയും ചെയ്യാൻ പാടില്ലേ അങ്ങനെയും ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നത് കഴിഞ്ഞാൽ അപ്പോഴാണ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പ്രായമുള്ള ആളോട് സംസാരിക്കുമ്പോൾ ഇത് ആവശ്യമാണ്. അപ്പൊ നമ്മൾ പ്രായമുള്ള ആളോട് സംസാരിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ആണ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം നമ്മളൊരാൾ കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചോ, ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രായമുള്ള ആളോട് നമ്മൾ ചോദിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് എന്താ കഴിച്ചത്? അപ്പൊ സാമ്പാർ ഉണ്ടായിരുന്നു, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രായമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സംസാരിക്കാൻ, ചില ആൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും, ചില ആൾക്ക് ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അവരോട് ഡിസ്ക്രൈബ് ചെയ്യാവുന്ന ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ചോദ്യങ്ങൾ, യെസ് ഓർ നോ ചോദ്യങ്ങൾ ചോദിക്കാതെ ചോദിക്കാൻ പഠിക്കും. അതും അവരുടെ ബിഹേവിയറിന് പറയും. അപ്പൊ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു സംഭവം ഉണ്ടായി. ഒരാൾ എൻ്റെ അടുത്ത് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് വന്നു. അവൻ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വളരെ വിമുഖതയായിരുന്നു. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹി വാസ് വെരി ഫ്രീ and I could see his face and muscles ഒക്കെ വളരെ സോഫ്റ്റ് ആയി. അപ്പൊ ഞാൻ ചോദിച്ചു what happened to you? പറഞ്ഞു now I am comfortable. See, ആ സെൻസ് ഓഫ് കംഫർട്ട് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. We have to make the person feel comfortable and afterwards to make him to articulate what is comfort means. ആ രീതിയിലായിരിക്കും കുട്ടികളോട് പെരുമാറാൻ നമുക്ക് സാധിക്കും. Any person who is disturbed, this is the method. Not conceptual clarity അല്ലെങ്കിൽ അനാലിസിസ് അല്ല ഹെൽപ്പ് ചെയ്യുന്നത്. അനാലിസിസ് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ we cannot apply as such to the client when he is in need of it. താങ്ക് യു. ഞാനിപ്പോ ആ കുട്ടിയുടെ പ്രകടനം അവന്റെ നമ്മുടെ അധ്യാപകനോട് കയർത്ത കുട്ടിയുടെ ഫോൺ പിടിച്ചു വെച്ചതിന് അതിന്റെ ഒരു വിഷയം ഞാനിങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഓർത്തതാണ്. പിന്നീട് അവൻ കരച്ചിലും അവന്റെ ക്ഷമ പറച്ചിലും ഒക്കെ ആയിരുന്നു. ആ ജസ്റ്റ് ആ നിമിഷത്തെ ഒരു പ്രശ്നമായിരുന്നല്ലോ ആ കയർക്കല്. അത് ശരിക്കും പുറകിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും അധ്യാപകന് നിയന്ത്രിക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു എന്ന് തോന്നി. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മളെല്ലാവരും വളരെ തീവ്രമായ വികാരങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. പക്ഷെ നമുക്ക് ആർക്കും അതിന് ഓർമ്മയില്ല. നമുക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ല. കാരണം കുറ്റബോധം വരും. കുറ്റബോധമില്ലാതെ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ ഓർക്കാൻ പറ്റുന്നതാണ് സെൽഫ് എസ്റ്റീമിന്റെ ഒരു പ്രധാന ലക്ഷണം. We all have made mistakes. That is only through mistakes we have learned many things. ഒരാളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. എഡിസൺ തന്നെ എത്രയോ പ്രാവശ്യം ബൾബ് പോയിട്ടാണ് പഠിച്ചത് ഇല്ലേ? സോ ദാറ്റ് ഇസ് വെൽ. അല്ലെങ്കിൽ എത്രയോ ആളുകളുടെ തലയിൽ ആപ്പിൾ വീഴുന്നുണ്ട്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ മാത്രം അദ്ദേഹത്തിന് ഒരു റിസൾട്ട് കിട്ടിയുള്ളൂ. അത് കാരണം എന്താ വെച്ചാൽ ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് എന്നാണ് അതിനെ പറയേണ്ടത്. ആ മൈൻഡ് സെറ്റ് എങ്ങനെ, കൾച്ചറൽ അണ്ടർപിന്നിങ്സ്, മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാവരോടും ഒരുപോലെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല.
So we have to find the person, how the person is comfortable and what is the level at that person and that person's acceptability എത്രയാണ് അത് മനസ്സിലാക്കിയാലേ നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി 1-to-1 എളുപ്പം ഒരു 10-12 പേരുള്ള ഒരു പേഴ്സണൽ ഗ്രോത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. I have seen that പീപ്പിൾ വളരെ അസ്വസ്ഥരായിട്ട് വന്ന ആളുകൾ സെഷൻ കഴിയുമ്പോഴത്തേനും വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന സെഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഗ്രൂപ്പിലേ പറ്റുള്ളൂ, ഇൻഡിവിജ്വൽ ആയിട്ട് അത്രയും വിജയിക്കില്ല. കാരണം ഗ്രൂപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഈസ് വാച്ചിങ് നോ ആൻഡ് ഐ ഹാവ് developed certain freedom and acceptance. Thank you, Father. Father, could you please share the PPT? I can send you the paper to you. Can you send me the Okay. WhatsApp email അയച്ചു തരാം? അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം, എൻ്റെ കയ്യിൽ ഉണ്ടാവും, വാട്സാപ്പിൽ അയച്ചു തരാം. ഇപ്പം ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും കിട്ടുമായിരുന്നല്ലോ, ഇന്നിപ്പോ ഉള്ളവർക്ക് എല്ലാവർക്കും. They could just take it. Can you share the link? അത് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വാട്സപ്പിലാ ഉള്ളത്. എനിക്ക് നോക്കട്ടെ, എനിക്കത് എടുത്തു തരാൻ പറ്റും. You can share it with you have the group with you, no? Yeah, I'll do. അത് കിട്ടിയ കൊള്ളാം. I'll send it to you. ഒരു 1 page ഉള്ളൂ. അതായത് what is this awareness, how we develop, how is it, what are the different types of awareness, പിന്നെ ഈ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് എസ്റ്റീം എങ്ങനെ ഉണ്ടാവും, സെൽഫ് എസ്റ്റീം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും. ഇതാണ് 1 page. That is very, I will send it to you. Yes. So, any more questions? ഇപ്പൊ വോട്ടർ താങ്ക്സിലേക്ക് പോവാം. അതെ. Okay. Thank you, Tommy. ഒരു ചോദ്യം. Yeah. 1971 പബ്ലിഷ് ചെയ്ത ഡോക്യുമെന്റിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ, ആ അത് ലിബറേഷൻ തിയോളജിയുമായിട്ട് ബന്ധമാണ്? അതല്ല, അത് ജനീവയില് ഒരു അഡൽട്ട് എഡ്യൂക്കേഷൻ കോൺഫറൻസിലാണ് അത് നടന്നത്. ലിബറേഷൻ തിയോളജി അതേ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. പക്ഷെ ഇത് തിയോളജി ആയിട്ട് ബന്ധമില്ല, എഡ്യൂക്കേഷൻ ആയിരുന്നു. ഈ കോൺഷ്യന്റൈസേഷൻ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് ഈ പൗലോ ഫ്രെയർ ആണ്. ആക്ച്വലി അത് എന്തോ പൗലോ ഫ്രെയർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ വാക്ക് ഉപയോഗിച്ചത് ആദ്യമായിട്ട്. Conscientization means making people aware of their socio-economic and historical condition to make it change and make it human. അതാണ് ആ വാക്കിന്റെ ഡെഫിനിഷൻ. വാക്കിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? Conscientization, CONSCIN, CONSCIZATION, conscientization. ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടുമോ അത് വാക്ക്? കോൺഷ്യന്റൈസേഷൻ. പൗലോ ഫ്രെയർ ആണ് അത്. ആക്ച്വലി ആ വാക്ക് പോപ്പുലറൈസ് ഡോം ഹെൽദർ ക്യാമറ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ബിഷപ്പാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത്, വെൻ ഐ വർക്ക് ഫോർ ദ പുവർ പീപ്പിൾ കോൾ മീ ആസ് എ സെയിന്റ്, വെൻ ഐ ആസ്ക് വൈ പീപ്പിൾ ആർ പുവർ ദേ കോൾ മീ കമ്മ്യൂണിസ്റ്റ്. ഈ ഹെൽദർ ക്യാമറ പറഞ്ഞ ഒരു വാചകമാണ് 1973. ഗുഡ്. ഫോട്ടോ താങ്ക്സിലേക്ക് പോവാം അല്ലേ? Yes. Thank you. That was a wonderful session. Wonderful, really wonderful. And insightful, actually. Yes, vote of thanks, sir. Paul sir, alle. Good evening, all. ഇന്നത്തെ സായനത്തിന് ഏറ്റവും സാഫല്യമാക്കി തന്ന ജോയി അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദി എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം വളരെ കേട്ട് പഴകിയിട്ടുള്ള ഒരു വാചകമാണ് സെൽഫ് അവയർനെസ്. അതിനെ യഥാർത്ഥത്തിൽ വേറൊരു വശത്തിലേക്ക് ഞങ്ങൾ നയിക്കുകയും അതിന് കൂടുതൽ വെളിച്ചം തരികയും ചെയ്യാനായിട്ട് അച്ഛന് സാധിച്ചു എന്നുള്ളത് ഇന്നത്തെ ഈ വെബിനാറിൻ്റെ ഏറ്റവും വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് അച്ഛനെ ഞങ്ങളുടെ എല്ലാം പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നീട് ഞങ്ങളുടെ പ്രസിഡന്റ് സെലീന മാഡത്തിന് നന്ദി പറയുന്നു. സൈജു സേവ്യർ ഞങ്ങളുടെ സെക്രട്ടറിക്ക് നന്ദി പറയുന്നു. എല്ലാത്തിനും ഞങ്ങളുടെ കാരണവരായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ജോസഫ് സാറിനും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഇതിലും ഉപരിയായി ഞങ്ങളുടെ ഗുരുനാഥന്മാർ പലരും ഇതിനകത്തിരിക്കുന്നുണ്ട്. സ്റ്റീഫൻ സാറുണ്ട്. സ്റ്റീഫൻ സാറിന് ഞാനൊരു പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. ഔസേബ് സാർ ഇങ്ങനെ തുടങ്ങിയവർ കൊണ്ട് പേര് പറയാനാണെങ്കിൽ വിൻസെൻ്റ് സാർ ഉണ്ടായിരുന്നു. മണി ടെക് മീഡിയയുടെ നാസിർ ഖാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ആളുകൾ
ഇന്നത്തെ സായാഹ്നത്തെ ധന്യമാക്കിയതിൽ നിന്ന് പറയുന്നു. എൻ്റെ ഫ്രണ്ട് അജിത് കുമാർ ഉണ്ട്, കഴിഞ്ഞ സെഷൻ്റെ അവതരിപ്പിച്ച ആളാണ്. എല്ലാവർക്കും നന്ദി പറയാനായിട്ട് പ്രത്യേകം എല്ലാവരുടെയും പേര് പറഞ്ഞ് നന്ദി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഇവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്നത്തെ ഈ വെബിനാറിനെ വിജയമാക്കിയ 80 ആളുകൾക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. Thank you, Father. It was really an excellent session. Recording. Recording off.